2, 6, 12, 20, 30 ഈ ഒരു ശ്രേണിയിലെ അടുത്ത പദം ഏത്? സിമ്പിളാണ് അല്ലേ? ഈ ഒരു ശ്രേണിയാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ. കണ്ടോ? ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ വിപിൻ രാജ്. എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ LPSA പരീക്ഷയിലെ കുറച്ച് കണക്കുകൾ ചെയ്തു നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് LPSA പരീക്ഷക്കാർക്ക് വേണ്ടി മാത്രമല്ല, UPSA പരീക്ഷ എഴുതുന്നവരും ഉപയോഗപ്പെടുത്തുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കണക്കുകൾ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അതായത് ഇപ്പോൾ 2020 നടന്ന LPSA പരീക്ഷയിലെ 20 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പൂർണ്ണമായും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെ അധികരിച്ചുകൊണ്ട് വന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളുടെ ചെറിയൊരു വ്യത്യാസം, കാഠിന്യത്തിലുള്ള വ്യത്യാസം മാത്രമേ നമ്മുടെ UPSA പരീക്ഷയിൽ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ശൈലിയെല്ലാം സെയിം തന്നെയായിരിക്കും. നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാം. ചോദ്യങ്ങളുടെ രീതിക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്, എന്നാൽ കണ്ടൻറ് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു 20 ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് പടപടയെന്നൊന്ന് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വില്ലിങ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും LPSA UPSA പരീക്ഷയ്ക്കായിട്ട് ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കുന്നുണ്ട് എന്നറിയാം. അപ്പോൾ ആ അധ്വാനത്തിനൊപ്പം നിങ്ങൾ തെറ്റായ രീതികളെ ഒഴിവാക്കുക. പലരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് അവസാനം ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാം എന്നുള്ള രീതിയിലിരിക്കും. ചിലർക്ക് അത് ഓക്കെ ആയിരിക്കും. പക്ഷേ പലരും ചെയ്യുന്ന ആ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി അല്ലെങ്കിൽ ചോദ്യങ്ങളുടെ ശൈലി എന്തെന്ന് അറിയാത്തത് കാരണം നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ചുള്ള അറിവിൻ്റെ പ്രശ്നം കൊണ്ട് നമ്മൾ ഈ അവലംബിക്കുന്ന രീതി തെറ്റായിട്ട് വരാം. തെറ്റായിട്ട് വരാമെന്ന് വെച്ചാൽ അത് നമുക്ക് ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണ്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കും. എന്നിട്ട് അവസാനം ഈ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊന്നിനും ആൻസർ കിട്ടാത്തൊരവസ്ഥയിലേക്ക് മാറും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച രീതി തെറ്റാണ്. നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഒരു സയൻസ് അല്ലെങ്കിൽ GK പഠിക്കുന്ന രീതിയിൽ അങ്ങ് പഠിച്ചു. പക്ഷേ കണക്ക് എപ്പോഴും എങ്ങനെയാണ് ചോദ്യം വന്നിരിക്കുന്നത്, ചോദ്യങ്ങളുടെ രീതി എന്താണ്, ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, ആൻസറിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പഠനക്രമത്തിലേക്ക് പോകാവൂ എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ നമ്മുടെ മുൻകാല പരീക്ഷകളിൽ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളുടെ രീതി എന്തെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് പഠിക്കുന്ന ഒരാളിന് മാത്രമേ ശരിക്കും പഠിക്കുന്ന കാര്യം പ്രാവർത്തികമാക്കാൻ പറ്റൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെടാം. അതിനകത്തുള്ള 20 ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ്. ഇവിടെ മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കേണ്ട ഏരിയയാണ്. കൂടുതലും നമുക്ക് എന്ത് തന്നെയാണ് വേണ്ടത്? അരിത്തമെറ്റിക്കുമായിട്ട് കൂടുതലായിട്ടും നമുക്ക് വേണ്ടത് അരിത്തമെറ്റിക്കുമായിട്ടുള്ള ബന്ധമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആ ചോദ്യങ്ങളിലേക്ക് പോകാം. അല്ല, ആദ്യത്തെ ഒരു ചോദ്യം ഇങ്ങനെയാണ്. ക്ലോക്കിൽ 1 മണിക്ക് 1 പ്രാവശ്യം മണിയടിക്കും, 2 മണിക്ക് 2 പ്രാവശ്യം, 3 മണിയാകുമ്പോൾ 3 മണി, ആ രീതിയിൽ മണി അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലോക്ക് അറിയാലോ. നമ്മുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോക്കുകളിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. എന്ന രീതിയിൽ തുടരുമെങ്കിൽ ഒരു ദിവസം എത്ര തവണ മണി അടിക്കും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. 1 മണിയാകുമ്പോൾ 1 തവണ അല്ലേ, 1 തവണ മണി അടിക്കുന്നു. 2 മണിയാകുമ്പോൾ അത് 2 തവണ, 3 മണിയാകുമ്പോൾ 3, 4, 5, ഈ രീതിയിൽ 12 മണി വരെ പോയാൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. 12 മണി വരെ പോകുമ്പോൾ ആകെ എത്ര മണി ഉണ്ടാവും എന്നാലോചിച്ചാൽ മതി അല്ലേ. ഇത് നോക്ക്, 1, 2, 3, 4 അങ്ങനെ ക്രമത്തിൽ ഏതുവരെ പോകുന്നുണ്ട്? 12 വരെ. അപ്പോൾ ഇവരുടെ തുക എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ജോലി. 1 മുതൽ 12 വരെയുള്ള സംഖ്യകളുടെ തുക എടുക്കാൻ എന്താ മാർഗം? ഇത് എണ്ണൽ സംഖ്യകളല്ലേ. എണ്ണൽ സംഖ്യകളുടെ തുക കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് n × n+1/2 എന്ന തരത്തിലാണ് അല്ലേ. അപ്പോൾ 1 മുതൽ 12 വരെ എടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാം? 12 × 13 ÷ 2 എന്ന് എഴുതാം. 12നെ 13 കൊണ്ട് ഗുണിക്കുക, ശേഷം എന്ത് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നാൽ നോക്ക്, ഈ 12ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? 6 എന്ന തരത്തിൽ കിട്ടും. ഓക്കെ, 6നെ 13നോട് ഗുണിക്കുക. 6 × 10, 6 × 10 എത്രയാ? പറഞ്ഞോളൂ. 60. 6 × 3 18. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് എന്ത് പറയാം? ഇവരുടെ തുക എന്ന് പറയുന്നത് 78 എന്ന് പറയാം. അപ്പോൾ 1 മണി മുതൽ 12 മണി വരെ നമ്മൾ എടുക്കുമ്പോൾ ആകെ എത്ര മണി അടിച്ചു എന്ന് വെച്ചാൽ 78 മണിയുണ്ട്. എന്നാൽ ഒരു ദിവസത്തെ കാര്യമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒരു ദിവസം എത്ര തവണ ഈ 1 മണി മുഴങ്ങും എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു 78 മുഴങ്ങി അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്തൊരു 12 മണിക്കൂർ വരുമ്പോൾ പിന്നെയും 78 അല്ലേ. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര മണി ഉണ്ടാവും എന്ന് ചോദിച്ചാൽ 78 + 78 എന്ന തരത്തിൽ എടുക്കുക. 278
അല്ലേ? അങ്ങനെ മൊത്തത്തിൽ എത്ര മണി ഉണ്ടാവും? 156 മണി ഉണ്ടാവും. ഇതിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ വഴിയിൽ നിന്നു പോകരുത്. 78 അല്ല നമ്മുടെ ആൻസർ. ഇത് 24 മണിക്കൂർ നമുക്ക് വേണ്ടേ ഒരു ദിവസം എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര വേണം? 156 വേണ്ടി വരും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 1 മണി, 2 മണി, 3 മണി എന്ന ക്രമത്തിൽ 12 മണി വരെ എടുക്കുമ്പോൾ ആകെ എത്രയുണ്ട്? 78. അങ്ങനെ മൊത്തത്തിൽ ഒരു ദിവസം എടുക്കുമ്പം 78 + 78 എത്ര കിട്ടുന്നുണ്ട്? 156 മണി അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? ഇത് നമ്മൾ എന്തുപയോഗിച്ചിട്ടാണ്? എണ്ണൽ സംഖ്യകളുടെ തുക എന്നുള്ള രീതിയിലുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്തതാണ്. ഓക്കെ, മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ്. 10⁻2019 10⁻2019 പ്ലസ് 1/2. ഈ ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ തുക എത്ര എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരു വില കണ്ടുപിടിച്ചാൽ അക്കങ്ങളുടെ തുക എത്ര? ഇത് കുറച്ച് നല്ലൊരു ചോദ്യമാണ്. എന്ന് വെച്ചാൽ കുറച്ച് ഇൻ്റലിജൻ്റ് ആയിട്ട് തന്നെ ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഐഡൻറ്റിറ്റീസ് എന്ന് പറഞ്ഞൊരു സംഗതി വരുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ഒരു ലോജിക് നോളജ് കൂടി അവർ പരിശോധിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ചോദ്യത്തിൻ്റെ ഈ തന്നിരിക്കുന്ന ആ ഒരു സ്ട്രക്ചറിൻ്റെ പ്രത്യേകത നിങ്ങളൊന്ന് നോക്കിയേ. ഇതെങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നതെന്ന് നോക്കൂ. ഇത് a+b² എന്ന തരത്തിലല്ലേ ചോദ്യത്തിൻ്റെ ശൈലി? എയും ബിയും തമ്മിൽ കൂട്ടിയിട്ട് സ്ക്വയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും എങ്ങനെ വരണം? a² പ്ലസ് നമ്മളിങ്ങനെ പഠിച്ചിട്ടില്ലേ, a² + 2ab + b² എന്ന തരത്തിൽ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ a² + 2ab + b² നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനകത്ത് a എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാ? 10⁻2019. ഞാൻ ചോദിക്കട്ടെ, 10⁻2019 എന്ന് വെച്ചാൽ 10ൻ്റെ സ്ക്വയർ 100, 10ൻ്റെ ക്യൂബ് 1000, 10⁻4 10,000. ഇങ്ങനെ എന്താണ് 10ൻ്റെ പവറിൽ എത്ര വരുന്നുണ്ട് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ 0 ഇടുന്നത് അല്ലേ? അപ്പോൾ 10⁻2019 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 10 എത്ര തവണ എഴുതണം എന്നാണ്? 2019 തവണ. എന്ന് വെച്ചാൽ അതിനകത്ത് ആര് മാത്രമേ ഉള്ളൂ? 1ഉം കുറേ 0ഉം മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 1ഉം കുറേ 0ഉം. അപ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്യാന്ന് വെച്ചാൽ 1ഉം കുറേ 0 വന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്യാന്ന് വെച്ചാലും ആ 1ഉം കുറേ 0 അല്ലേ ഉണ്ടാവുള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ a² എന്ന് വെച്ചാൽ 10⁻2019ൻ്റെ സ്ക്വയർ. 10⁻2019 എന്ന് വെച്ചാൽ അതിനകത്ത് ആരൊക്കെയുണ്ട്? 1ഉം കുറേ 0ങ്ങളും അല്ലേ? അതിൻ്റെ സ്ക്വയർ എടുത്താലും എന്തേ ഉണ്ടാവുള്ളൂ? ഈ 1ഉം കുറേ 0ങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് പറയുന്നു 2ab. 2ab എന്ന് വെച്ചാൽ 2ഉം വേണം, ഈ പറയുന്ന 1ഉം കുറേ 0ഉം വേണം, പിന്നെ ഒരു 1 വേണം അല്ലേ? അവരെ തമ്മിൽ ഗുണിച്ചാൽ എന്തുണ്ടാവും? ഈ 1ഉം കുറേ 0ത്തിൻ്റെ ഇരട്ടി ആയിരിക്കും വരിക. ഇപ്പം 100ൻ്റെ ഇരട്ടി എടുക്കാൻ പറഞ്ഞാൽ എന്ത് കിട്ടും? 200 എന്ന് കിട്ടും അല്ലേ? യെസ്, ആ രീതിയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തൽക്കാലം എന്ത് ചെയ്യണ്ട, ഈ 2019 എന്ന് പറഞ്ഞ സംഗതി അങ്ങ് വിട്ടേക്ക്. പകരം അത് 10 എന്നുള്ള രീതിയിൽ അങ്ങ് എടുക്ക്. അപ്പോൾ a എന്നുള്ളത് എന്തായിട്ട് മാത്രം എടുത്താൽ മതി? 10. മനസ്സിലായോ? അപ്പോൾ 10ൻ്റെ കൂടെ കുറേ 0 ഉണ്ട് എന്നുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു 10 മാത്രം അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ 10ൻ്റെ സ്ക്വയർ എന്നെഴുതി പ്ലസ് 2ab. 2ab എന്ന് വെച്ചാൽ എന്താ? 2 × 10 പിന്നെ ആരാ? b എന്ന് വെച്ചാൽ അവിടെ ആരാ? b 1 ആണ്. കണ്ടോ? പിന്നെ വരുന്നത് ആരാണ്? b² ആണ്. b² എന്ന് വെച്ചാൽ ആരാണ്? 1ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ 10ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ ആരാ? 100ൻ്റെ സ്ക്വയറാ ആണോ? അല്ല, 10ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 100 എന്നാണ്. ശരിയല്ലേ? ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ വരുന്ന 2019 അത്രയും തന്നെ 0 ഇട്ടാൽ ഇവിടെ എന്തുണ്ടാവും? കുറച്ച് 0 ഉണ്ടാവും അല്ലേ? അവിടെ ഉണ്ടായിരുന്ന എത്ര 0 ഉണ്ടോ അതിൻ്റെ ഇരട്ടി, 2019ൻ്റെ ഇരട്ടി വരും. മനസ്സിലായോ? അപ്പോൾ 4038 0 വരും എന്നേ ഉള്ളൂ. നമുക്ക് ആ 0 ഇവിടെ ആവശ്യമില്ല എന്ന് അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ? 2ab. അപ്പോൾ 2 × 10 × 1 ഏതാ? 20. ഇതാ ഇവിടേക്ക് വരുമ്പോഴോ ഇത് 1. ഇതിനകത്തുള്ള അക്കങ്ങൾ മാത്രം കൂട്ടിയെടുക്കുക. അക്കങ്ങളുടെ തുക മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. എല്ലാം കൂടെ സംഖ്യകളെല്ലാം കൂടെ കൂട്ടണ്ട അല്ലേ? ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂസ് തമ്മിൽ കൂട്ടാനല്ല. ഇതിനകത്ത് എന്തായാലും അക്കം 1 ഉള്ളൂ, ഇവിടുത്തെ അക്കം 2 ഉള്ളൂ, ഇവിടുത്തെ അക്കം എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. മനസ്സിലായോ? ഇവരെ ഒന്ന് കൂട്ടി എഴുതുക എന്നുള്ളതാണ്. ഈ ഒരു ലോജിക്ക് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലാതെ ഇത് മുഴുവൻ നിങ്ങൾ സംഖ്യയായിട്ട് എഴുതിയിട്ട് ചെയ്യാനായിട്ട് നിൽക്കണ്ട. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ആര് ഉപയോഗിക്കുന്നത്? ലോജിക് അഥവാ റീസണിങ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ശരിക്കും എത്രയാ?
4 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ അക്കങ്ങളുടെ തുക, ഈ കിട്ടുന്ന വാല്യൂവിൻ്റെ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് എത്രയാ? 4. ഇത്രേ ഉള്ളൂ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാണ്. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ √2, √6, √8 ആകുന്നു. അതിൻ്റെ ഏറ്റവും ചെറിയ കോണിൻ്റെ അളവ് എത്ര? ചോദ്യം കണ്ടോ? ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളുണ്ട്. അത് √2, √6, √8. ഓക്കെ, അപ്പോൾ ഈ ഒരു ത്രികോണത്തിന് എന്താണ് പ്രത്യേകത? ഈ വശങ്ങളുള്ള ഒരു ത്രികോണം തന്നാൽ ഈ ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്ത് എന്ന് ആദ്യം തിരിച്ചറിയാം. എന്താണ് പ്രത്യേകത എന്നറിയാമോ? ഇതൊരു മട്ട ത്രികോണമായിരിക്കും. ഉറപ്പായിട്ട് ഇതെന്തായിരിക്കും? ഒരു മട്ട ത്രികോണമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, മട്ട ത്രികോണങ്ങളുടെ വശങ്ങളുടെ ബന്ധം എന്താ? പൈതഗോറസ് തിയറം പഠിച്ചിട്ടുണ്ടോ? അതായത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് 2 ചെറിയ വശങ്ങളുടെ വർഗ്ഗങ്ങൾ എടുത്ത് കൂട്ടിയാൽ മൂന്നാമത്തെ വശത്തിൻ്റെ വർഗ്ഗം കിട്ടുന്ന. അപ്പോൾ √2ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ ആരാ? അത് 2 ആണ്. അതായത് √2 എന്ന് പറയുന്ന ഒരു വശം ഇതിനെ സ്ക്വയർ ചെയ്താൽ കിട്ടുന്നത് 2 ആണ്. കുറച്ചുകൂടെ വലിയ വശമാണ് ഏത്? √6. ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എത്രയാ? 6 എന്നാണ്. അതുപോലെ കുറച്ചുകൂടെ വലിയ വശം ആരാണ്? √8 എന്നുള്ളതാണ്. ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്താലോടാ ഇവിടെ കിട്ടുന്നത് 8 എന്ന്. അതായത് ഈ 2 ചെറിയ വശങ്ങളുടെ വർഗ്ഗങ്ങൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് വലിയ വശമാണ്. സ്വാഭാവികമായിട്ടും ഇതെങ്ങനെ എടുക്കാം? പൈതഗോറസ് തിയറം അതനുസരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ത്രികോണത്തിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു മട്ട ത്രികോണം എന്ന് വിളിക്കാം. മാത്രമല്ല ഈ മട്ട ത്രികോണത്തിലെ വശങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് പഠിക്കുക. 2, 6, 8 ആണ് ഇവരുടെ വശങ്ങൾ അല്ലേ? എന്നാൽ ഇവരുടെ വശങ്ങളുടെ നീളങ്ങൾ തമ്മിൽ ഒരു അംശബന്ധം ഉണ്ടോ? ഉണ്ട്. എന്താണ് ആ അംശബന്ധം എന്ന് വെച്ചാൽ 1:2 അല്ലേ, 3:8 എന്നുള്ളത് എന്തായിട്ട് മാറും? 4 ആയിട്ട്. 1:3:4 ആയിട്ട് മാറുക അല്ലേ? അതായത് ഇവിടെ എന്താണ്? 2, 6, 8 ഇവരെ ഞാൻ എന്താ ചെയ്തത്? ഈ വാല്യൂസ് എന്താണ്? സ്ക്വയർ ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. 1, 3, 4. ഇത് വശങ്ങളുടെ എന്താണ്? വശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെഴുതാൻ പറ്റിയതാ? വർഗം എടുത്തെഴുതിയതാ. നമുക്ക് ഈ വർഗത്തിൻ്റെ ബന്ധം അല്ല വേണ്ടത്. ഞാൻ ജസ്റ്റ് വർഗത്തിൻ്റെ ബന്ധം എന്താണെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി വശങ്ങളുടെ ബന്ധത്തിലേക്ക് ഇതിനെ കൊണ്ടുപോവുകയാണെങ്കിൽ, ഇതിൻ്റെ വശങ്ങളുടെ ബന്ധത്തിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇവിടെ ഒരു √2 ഉണ്ടല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരാം? √2 ഉണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് √6 ഉണ്ട്. ഇതെന്തുണ്ട്? √8 ഉണ്ട്. അപ്പോൾ ഈ വാല്യൂസിനെ ഞാൻ ഒന്ന് മാറ്റി എഴുതാണേ. ഇവിടെ എന്താണ്? വശങ്ങൾ √2. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ് വരുന്നത്? ഒരു √6 ആണ്. √6നെ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടേ √2 × √3 എന്ന് എഴുതിക്കോട്ടെ. √6 ആണല്ലോ. അടുത്ത് വരുന്ന ഒരു √8 ആണ്. അപ്പോൾ √8നെ നമുക്ക് എങ്ങനെ എഴുതാം? √8നെ ഞാൻ എഴുതുന്നു √4 × √2 എന്നെഴുതുകയാണ്. കുഴപ്പമുണ്ടോ? ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന അംശബന്ധം ആരുടെയാണ്? വശങ്ങളുടെ വർഗത്തിൻ്റെയാണ്. എന്നാൽ വശങ്ങൾ തമ്മിലുള്ള ഒരു അംശബന്ധം കണ്ടുപിടിക്കാൻ പോവാണ്. √2 × √3 അത് √6, √4 × √2 അതെന്താണ്? √8. ഇവിടെ എല്ലാം √2 എന്ന് പറയുന്നത് ഒരു കോമൺ ഫാക്ടറാണ്. എല്ലാത്തിലും കോമൺ ആയിട്ട് ആരുണ്ട്? √2. അപ്പോൾ ഇവിടെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 എന്ന് കിട്ടും അല്ലേ? √2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇവിടേക്ക് വരുമ്പോൾ അതെന്തായി? അത് √3 ആയിട്ട് മാറിയിട്ടുണ്ട്. ശരിയല്ലേ? ഇനി അടുത്ത് ഇവിടേക്ക് വരുമ്പോൾ അതെന്തായി? ഇവിടെ ഈ √4 എന്ന് പറയുന്നത് എത്രയാടാ? 2 അല്ലേ? ശരിക്കും ഈ രീതിയിൽ അംശബന്ധം, വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം ദാ ഈ കാണുന്ന രീതിയിൽ 1:√3:2 എന്ന് വരുന്നത് ഏത് ത്രികോണത്തിലാണെന്നറിയോ? മട്ടത്രികോണമാണ്. ആ ഒരു മട്ടത്രികോണത്തിൻ്റെ കോണുകളുടെ അളവുകൾ എപ്പോഴും 30, 60, 90 ആയിരിക്കും. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് പഠിക്കുന്നത്. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയത്. അപ്പോൾ ഈ വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? അംശബന്ധത്തിലേക്ക് കൊണ്ടുപോയാൽ എന്ത് കിട്ടും? 1:√3:2. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. √2, √6, √8 ഇതിൽ നിന്ന് എല്ലാ √2നെ മാറ്റിയാൽ 1:√3:2. ഇത് ഇത്രയും നമുക്ക് എഴുതാൻ പറ്റണം. ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇതിനകത്തുള്ള കോണളവുകൾ എത്രയൊക്കെയാണ്? 30, ഓക്കെ, 60, 90. ആ ഒരു മട്ടത്രികോണം ദാ ഈ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടുത്തെ കോണളവ് 90 ഡിഗ്രി ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോണളവ് എത്രയായിരിക്കും?
30 ഡിഗ്രി ആയിരിക്കും. ഇവിടുത്തെ കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഇതാണ് സംഗതി. അതായത് ഇതിൻ്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എങ്ങനെയാണ്? 30ൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് 1, 60ൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് √3. ഓക്കെ, ഇനി 90ൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് 2. 1:√3:2 എന്ന രീതിയിലാണ് വരിക. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ഏറ്റവും ചെറിയ കോണിൻ്റെ അളവ്. അപ്പോൾ ഈ ഒരു ബേസിക് നോളജ് ഇല്ലാത്ത ഒരാളിന് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇത് ഏത് യൂണിറ്റിൽ നിന്നാണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ഇത് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. കുഴപ്പമില്ലല്ലോ. ശരി, അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാണേ. n+1² മൈനസ് n × n+1 = 15 ആയാൽ n-ൻ്റെ വില എത്ര? ഇതെന്താണിത്? ഇത് ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ബീജഗണിത വാചകങ്ങൾ എന്ന് പറയുന്ന ഏരിയ ആണ് കേട്ടോ. ബീജഗണിതമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ബീജഗണിതത്തിനകത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഐഡൻറ്റിറ്റീസ് ഉപയോഗിക്കുന്നുണ്ട്. ഐഡൻറ്റിറ്റീസ് എന്ന് വെച്ചാൽ എന്താണ്? അത് നമ്മൾ എന്താ പറയുക? ഐഡൻറ്റിറ്റീസ് എന്ന് വെച്ചാൽ സർവസമവാക്യങ്ങൾ എന്നാണ് പറയുക. a+b² നേരത്തെ നമ്മൾ ഉപയോഗിച്ചില്ലേ? അതുപോലെ നമുക്ക് n+1² ഈ ഒരു വാല്യൂവിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? n+1² എന്ന രീതിയിൽ എഴുതുമ്പോൾ ഇതിനെ a+b² എന്ന് നിങ്ങൾ വായിക്കുക. a+b² എങ്ങനെ എഴുതുക? a² + 2ab + b². അപ്പോൾ ഇവിടുത്തെ a എന്ന് വെച്ചാൽ n ആണ്. അതിനെങ്ങനെ എഴുതുക? ആദ്യം n² എഴുതുക, പിന്നെ 2ab 2 × n × 1. അപ്പോൾ എങ്ങനെ എഴുതുക? 2n എന്ന് എഴുതുക, പ്ലസ് b² ആരാ? അതേതാണ്? 1 തന്നെ കൊടുക്കുക. അപ്പോൾ n+1ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ n² + 2n + 1 ആണല്ലോ. ഇതിൽ നിന്ന് ആരെ മൈനസ് ചെയ്യുക? ഈ വാല്യൂ മൈനസ് ചെയ്യുക അല്ലേ? ആ വാല്യൂ നമുക്ക് എങ്ങനെ മൈനസ് ചെയ്യാം? n × n+1 എന്നല്ലേ? അതെങ്ങനെ എഴുതുക? n × n+1 എന്ന വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചാൽ n-നെ n-നോട് ഗുണിക്കുക. n-നെ n-നോട് ഗുണിക്കുക. അപ്പോൾ എന്ത് കിട്ടും? n² എന്ന് കിട്ടും. പിന്നെ വരുന്ന n എന്ത് ചെയ്യുക? 1-നോട് ഗുണിക്കുക. അപ്പോൾ എന്ത് കിട്ടും? n എന്ന് കിട്ടും. ഇവരെ തമ്മിൽ കുറയ്ക്കുക. ഈ വാല്യൂവിൽ നിന്ന് ഈ വാല്യൂ കുറച്ചെഴുതുക. ഈ രണ്ട് വാല്യൂസ് തമ്മിൽ കുറയ്ക്കുക എന്ന് വെച്ചാൽ ഇവിടെ ഒരു n² ഉണ്ട്, ഇവിടെ ഒരു n² ഉണ്ട്. ഇവരെ തമ്മിൽ കുറച്ചാൽ 0 കിട്ടും അല്ലേ? ഇവിടെ ഒരു 2n ഉണ്ട്. 2n എന്ന് വെച്ചാൽ നിങ്ങൾ 2 ചക്ക എന്ന് വിചാരിക്കും. ഇവിടെ താഴെ നോക്കുമ്പോൾ ഒരു ചക്ക അല്ലേ? 2 ചക്കയിൽ നിന്ന് ഒരു ചക്ക പോയാൽ ബാക്കി ആരേ ഉള്ളൂ? ഒരു ചക്ക മാത്രമേ ഉള്ളൂ. ബാക്കി വരുന്നത് 1. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതിനെങ്ങനെ പറയാം? n+1 എന്ന് പറയാം. കണ്ടോ? ഓക്കെ, അപ്പോൾ ഈ n+1ൻ്റെ വാല്യൂ എത്ര എന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നു? 15 അല്ലേ? അപ്പോൾ ഇവരെ തമ്മിൽ കുറച്ചാൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? 15. അപ്പോൾ നമുക്ക് എഴുതാം n+1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 15 ആണ്. അങ്ങനെയാണെങ്കിൽ n-ൻ്റെ വാല്യൂ എത്ര എന്ന് ചോദിച്ചാൽ ധൈര്യമായി പറഞ്ഞോളൂ, അത് 14 അല്ലേ? n+1 15 ആണെങ്കിൽ ഈ 1 അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് കുറച്ചാൽ പോരെ? അപ്പോൾ എന്ത് കിട്ടും? n-ൻ്റെ വാല്യൂ കിട്ടും. അതെത്രയാ? 14. ഇതാണ് ഇവിടുത്തെ ആൻസർ. ചെയ്ത കാര്യം നോക്കുക. ആദ്യം നമ്മളിത് എക്സ്പാൻഡ് ചെയ്തു. ഏത് വെച്ചിട്ട്? a+b² വെച്ചിട്ട്. എന്നിട്ട് അതിൽ നിന്ന് ആരെ ഒഴിവാക്കി? n² + n-നെ ഒഴിവാക്കി. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ n+1 എന്നാണ്. അതെത്രയാ? 15. അപ്പോൾ n-ൻ്റെ വാല്യൂ എത്ര കിട്ടി? 14. സംഗതി കഴിഞ്ഞു. ഓക്കെ അല്ലേ? യെസ്. അതുപോലെ മറ്റൊരു ചോദ്യം, വശങ്ങളുടെ എണ്ണവും വികർണങ്ങളുടെ എണ്ണവും തുല്യമായ ബഹുഭുജം ഏതാണെന്ന് ചോദിക്കുകയാണ്. വശങ്ങളുടെ എണ്ണവും വികർണങ്ങളുടെ എണ്ണവും, അതായത് വശങ്ങളുടെ എണ്ണം വികർണങ്ങളുടെ എണ്ണം തുല്യമാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതെപ്പോഴാണ് എന്നാണ് ചോദ്യം. അതെത്രേ ഉള്ളൂ. ഈ വികർണങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ഡയഗണൽസിൻ്റെ എണ്ണം കാണാനായിട്ട് നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ പഠിക്കും കേട്ടോ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അത് ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ ഉള്ളതാണ്. ഏതൊരു ബഹുഭുജത്തിൻ്റെ, ബഹുഭുജം എന്ന് വെച്ചാൽ എന്താ? മിനിമം 3 സൈഡ് വേണം അല്ലേ? ഏറ്റവും കുറഞ്ഞ 3 സൈഡ് ഉള്ള ക്ലോസ്ഡ് ഫിഗേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബഹുഭുജങ്ങൾ അഥവാ പോളിഗൺസ്. ഇപ്പോൾ ഈ പോളിഗൺസിൻ്റെ ഡയഗണൽസ് അഥവാ വികർണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഇങ്ങനെയാണ്: n × n-3/2 എന്നാണ്. n × n-3/2 എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വികർണങ്ങളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഇതിൻ്റെ ആൻസറിലേക്ക് എങ്ങനെ പോകാം എന്ന് ചോദിച്ചാൽ, അത് നോക്കടാ, ഇതൊരു ചതുർഭുജമാണ് എന്ന് വിചാരിക്കുക. സപ്പോസ് ഈ സാധനം ഒരു ചതുർഭുജമാണെന്ന് വിചാരിക്കുക. ഈ പറഞ്ഞ എന്ത്
ബഹുഭുജം എന്താണ്? ചതുർഭുജമാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ n എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ എണ്ണമാണ് n കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചതുർഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? 4 വശങ്ങളുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഈ 4 ഈ ഒരു ഇക്വേഷനിലേക്ക് കൊടുത്തു നോക്കാം. അപ്പോൾ എങ്ങനെ കിട്ടും? 4 ഇൻറ്റു ഓക്കെ n-3 എന്ന് വെച്ചാൽ എന്താ? 4-ൽ നിന്ന് 3 കുറയ്ക്കുക. 4-ൽ നിന്ന് 3 കുറച്ചാൽ എത്ര കിട്ടും? 4-ൽ നിന്ന് 3 കുറച്ചാൽ എത്ര കിട്ടും? 1 കിട്ടും ബൈ 2. അപ്പോൾ ശരിക്കും ഇവിടുത്തെ റിസൾട്ട് എന്ന് വെച്ചാൽ 2 അല്ലേ? അപ്പോൾ n-ൻ്റെ മൂല്യം എന്ന് പറയുന്നത് ഇവിടെ 4-ഉം ഈ ഒരു വികരണങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 2-ഉം തുല്യമാണോ? അല്ല. അപ്പോൾ അടുത്ത രണ്ടാമത്തെ ആളിനെ നമ്മൾ പരിഗണിക്കുകയാണ്. അതൊരു ഷഡ്ഭുജമാണ്. ഷഡ്ഭുജം എന്ന് വെച്ചാൽ അതിന് എത്ര വശം ഉണ്ടാവും? ഷഡ്ഭുജം, ഷഡ് എന്ന് വെച്ചാൽ 6. അപ്പോൾ n-ന് പകരം എന്ത് കൊടുക്കുന്നു? 6 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 6 ഇൻറ്റു n ഇൻറ്റു n-3. 6-ൽ നിന്ന് 3 പോയാൽ 3 ഡിവൈഡഡ് ബൈ 2. കണ്ടോ? എന്നിട്ട് ഈ 6-നെയും ഈ 2-നെയും കൂടെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? നമുക്ക് 3 എന്ന് കിട്ടും. അപ്പോൾ 3 ഇൻറ്റു 3. അപ്പോൾ ഇവിടെ കിട്ടുന്ന വികരണങ്ങളുടെ എണ്ണം 9 ആണ്. ഈ 6 9ഉം തുല്യമാണോ? അല്ല. അപ്പോൾ അതല്ല ആൻസർ. അപ്പോൾ അടുത്ത് നമ്മൾ മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കുകയാണ്, പഞ്ചഭുജം. പഞ്ചഭുജം എന്ന് വെച്ചാൽ എത്ര വശം ഉണ്ടാവും? അതിന് 5 വശം. ഷഡ്ഭുജത്തിന് എത്ര ഉണ്ടായിരുന്നു? 6 ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ സപ്തഭുജത്തിനോ 7 ഉണ്ടാകും. സപ്തഭുജം നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ മാർക്ക് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ പഞ്ചഭുജത്തിന് എത്ര വശമുണ്ട്? 5. അപ്പോൾ n-ന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? 5 എന്ന് കൊടുക്കുന്നു. അപ്പോൾ 5 ഞാൻ അവിടെ എഴുതിയേ. ഓക്കെ. എന്നിട്ട് ഈ 5-ൽ നിന്ന് എന്ത് ചെയ്യണം? കുറയ്ക്കണം. ആരെ കുറയ്ക്കണം? 3-നെ. 5-ൽ നിന്ന് 3 കുറച്ചാൽ എന്ത് കിട്ടും? 5 - 3. 5-ൽ നിന്ന് 3 കുറച്ചാൽ 2 കിട്ടും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു 2 എഴുതുന്നു ബൈ 2. ഈ 2 ക്യാൻസലായി പോയിട്ട് റിസൾട്ട് 5 തന്നെ വരുന്നുണ്ടോ? അതായത് 5 വശങ്ങളുള്ള അല്ലെങ്കിൽ 5 ഭുജങ്ങളുള്ള രൂപത്തിൻ്റെ വികരണങ്ങളുടെ എണ്ണം കണ്ടുപിടിച്ചപ്പോഴും നമുക്ക് എന്ത് തന്നെ കിട്ടി? 5. ഇത് ഈ ഒരു ഷേപ്പിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒരു ഷേപ്പിലും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് പഞ്ചഭുജം. ഒരു പഞ്ചഭുജത്തിൽ മാത്രമേ വശങ്ങളുടെ എണ്ണവും വികരണങ്ങളുടെ എണ്ണവും തുല്യമാവും. ഓക്കെ. ഇതിന് ബഹുഭുജങ്ങൾ എന്താണെന്ന് അറിയണം, വികരണങ്ങൾ എന്താണെന്ന് അറിയണം, വികരണങ്ങളുടെ എണ്ണത്തെക്കുറിച്ചും ധാരണ ഉണ്ടാവണം. അപ്പോൾ അതെന്താണ് എന്ന് കൃത്യമായിട്ട് നോക്കി വെച്ചു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം, 3/99. 3/99ൻ്റെ 3 മടങ്ങ് എത്ര? ഏതൊരു വാല്യൂവിൻ്റെയും 3 മടങ്ങ് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ 5-ൻ്റെ 3 മടങ്ങ് എത്ര എന്ന് വെച്ചാൽ 5-നെ 3 കൊണ്ട് ഗുണിക്കും അല്ലേടാ. അപ്പോൾ 3/99ൻ്റെ 3 മടങ്ങ് ചോദിച്ചാലോ? 3/99 ഇൻറ്റു 3 എന്നല്ലേ? 3/99 ഇൻറ്റു 3 എന്നല്ലേ? ശരിക്കും അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 3/99 ഇൻറ്റു 3/1. a/m ഇൻറ്റു a/n എന്ന് വെച്ചാൽ a/m + n എന്ന. a/m ഇൻറ്റു a/n എന്ന് വെച്ചാൽ a/m + n എന്നാണ് അല്ലേ? ഇതെന്താണ്? ഇതും നമ്മൾ കൃത്യംഗ നിയമങ്ങൾ അഥവാ എക്സ്പോണൻ്റ് റൂൾസ് പഠിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഈ ആവർത്തന ഗുണനം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തൊരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റ് അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു റൂള് ഉപയോഗിക്കുന്നത്. എന്താണത്? a/m ഇൻറ്റു a/n ഈക്വൽ ടു a/m + n എന്നാണ്. ആ ഒരു ഓർഡർ അനുസരിച്ചാണെങ്കിൽ ഇവിടെ എന്താ പറയുക? 3/99 എടുക്കുക, 1 എടുക്കുക. 99 1 കൂടെ കൂട്ടിയാൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് 100 എന്നാണ്. അപ്പം 3/100 കഴിഞ്ഞു. ഓക്കെ. ഇവിടുത്തെ ആൻസർ ഏതാണ്? 3/100 കഴിഞ്ഞു. അത്രയും സിമ്പിൾ ചോദ്യമാണ്. ഇപ്പോൾ 3 മടങ്ങ് ചോദിക്കുകയെന്ന് വെച്ചാൽ 3 കൊണ്ട് ഗുണിക്കുക എന്നാണ്. അല്ലാതെ ഇതിപ്പോൾ ഈ 99-നെ 3 തവണ എഴുതി കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. പലരും അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചെയ്യുമോ? ഇനി ചെയ്യരുത് കേട്ടോ, ചെയ്താൽ തെറ്റാ. ഓക്കെ. മറ്റൊരു ചോദ്യത്തിലേക്ക്, ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ 4 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ എങ്കിൽ അതിൻ്റെ ചുറ്റളവ് എത്രയാണെന്ന് ചോദിക്കുകയാണ്. ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ. അപ്പോൾ എന്താണ് സമപാർശ്വ ത്രികോണം എന്നറിയണം. സമഭുജ ത്രികോണം അറിയോ? സമഭുജ ത്രികോണം എന്ന് വെച്ചാൽ ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളും തുല്യമാണെങ്കിൽ അത് സമഭുജം. എന്നാൽ ഒരു സമപാർശ്വ ത്രികോണം എന്ന് വെച്ചാൽ ജസ്റ്റ് 2 സൈഡ് മാത്രം ഈക്വൽ ആയാൽ മതി കേട്ടോ. ഒരു ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ മാത്രം തുല്യമായാൽ അതിനെ നമുക്ക് സമപാർശ്വ ത്രികോണം എന്നും, എന്നാൽ 3 വശങ്ങളും തുല്യമാണെങ്കിൽ സമഭുജ ത്രികോണം എന്ന് വിളിക്കാം. അപ്പോൾ സമപാർശ്വ ത്രികോണത്തിൻ്റെ 2 വശം അറിയാം നമുക്ക് 4 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം,
ഒരു ത്രികോണത്തിലെ ഒരു വശം, നീളം കൂടിയ ഒരു വശം ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. ഈ നീളം കൂടിയ വശത്തിൽ നിങ്ങൾ മറ്റ് രണ്ട് വശങ്ങൾ ചേർത്ത് വയ്ക്കണമെങ്കിൽ, മനസ്സിലാക്കിക്കോ, നീളം കൂടിയ വശത്തിലേക്ക് മറ്റു രണ്ട് വശങ്ങൾ ചേർത്ത് വെക്കണമെങ്കിൽ, അതായത് ഞാനിപ്പോൾ ഒരു ത്രികോണം ഇവിടെ വരയ്ക്കുകയാണേ, ഉണ്ടോ, ഇത് ത്രികോണം, ഇതാണ് ഇതിൻ്റെ നീളം കൂടിയ വശം. ഓക്കെ, ഇതിനൊരു 5 സെൻറ്റിമീറ്റർ നീളം ഉണ്ടെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വശങ്ങളും തമ്മിൽ കൂട്ടിയാൽ ഈ 5നേക്കാൾ കൂടുതലുണ്ടായിരിക്കണം, എന്നാലേ ത്രികോണം ഉണ്ടാവും. മനസ്സിലായോ? അതായത് ഈ ഒരു ത്രികോണത്തിൻ്റെ നീളം കൂടിയ വശം ഇതാണ്. അപ്പോൾ ഈ 5 സെൻറ്റിമീറ്ററിനേക്കാൾ കൂടുതലായിരിക്കണം മറ്റ് 2 പേരെയും കൂടി കൂട്ടിയാൽ കിട്ടുന്നത്. എന്ന് വെച്ചാൽ മിനിമം 6 ഉണ്ടായാൽ നല്ലത്. 5.5 ഉണ്ടെങ്കിലും കിട്ടും, പക്ഷെ അത് തീരെ അങ്ങ് ചെറുതായി പോകും കേട്ടോ. അപ്പോൾ ഈ 5നേക്കാൾ കൂടുതലായിരിക്കണം ഇവരുടെ തുക എന്നുള്ളതാണ് കണ്ടീഷൻ. അപ്പോൾ അതനുസരിച്ചാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സമപാർശ്വ ത്രികോണത്തെ നോക്കിയടാ, ഇതൊരു സമപാർശ്വ ത്രികോണമാണെന്ന് വിചാരിക്കുക. അതിനകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്, എന്നാലും നമുക്ക് സമപാർശ്വ ത്രികോണമാണെന്ന് വിചാരിക്കാം. സമപാർശ്വ ത്രികോണമാകുമ്പം സ്വാഭാവികമായിട്ടും 2 വശങ്ങൾ തുല്യം അല്ലേ. ഞാൻ പറയുന്നു ഈ 2 വശങ്ങളാണ് തുല്യം എന്ന് വിചാരിക്കൂ. ഓക്കെ, ഈ 2 വശങ്ങൾ തുല്യമല്ല, ശരിക്കും നമ്മൾ തുല്യമാണെന്ന് അങ്ങ് വിചാരിക്കുന്നു. ഈ 2 വശങ്ങൾ തുല്യം. അപ്പോൾ ഇവിടെ നീളം എത്രയാണെന്ന് നമുക്കറിയില്ല. ഓക്കെ, പക്ഷേ ഇവിടെ ആകപ്പാടെ 2 അളവുകളെ തന്നിട്ടുള്ളൂ, 4ഉം 8ഉം. അപ്പോൾ ഇതിൽ ഈ 4ഉം 8ഉം എവിടെ കൊടുക്കണം എന്നുള്ളതാണ് അടുത്ത ആശങ്ക അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ നീളം കൂടിയ വശത്തിന് 8 കൊടുത്തേ, എന്നാൽ ഇവിടെ 4ഉം ഇവിടെ 4ഉം നമുക്ക് കൊടുക്കേണ്ടി വരും അല്ലേ, എന്നാലല്ലേ അത് രണ്ടും തുല്യമാവുള്ളൂ. അപ്പോൾ നോക്ക്, ഈ 4 കൂടെ കൂട്ടിയാൽ 8 വരുള്ളൂ. ഈ 8 മാത്രം വന്നാൽ ത്രികോണം ഫോം ചെയ്യുമോ? ത്രികോണം ഉണ്ടാക്കാൻ സാധ്യമല്ലടാ. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ 4 അങ്ങനെ ഇവിടെ കൊടുക്കാനായിട്ട് നിൽക്കരുത്. മനസ്സിലായോ? ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ചെറിയ അളവ്, ഇവിടെ തന്നിട്ടുള്ളതിൽ ചെറിയ അളവായ 4 എന്ന് പറയുന്നത് എവിടെ കൊടുക്കുക? ഇവിടെ നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ത്രികോണത്തിൻ്റെ ഷേപ്പ് അങ്ങ് മാറും. ത്രികോണം ഈ കിടക്കുന്ന പോലെ ഇരിക്കില്ല, കുറച്ചുകൂടെ ചെറിയ ത്രികോണമായിട്ട് മാറും. അതായത് ചെറിയ ഒരു വശം, ഓക്കെ, ഇതിലേക്ക് വലിയ 2 വശങ്ങൾ ചേരുന്നു. ഈ രീതിയിൽ ത്രികോണത്തിൻ്റെ ഷേപ്പ് അങ്ങ് മാറും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് സമപാർശ്വ ത്രികോണം കിട്ടിയാൽ പോരെ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ഒരു ത്രികോണത്തിൻ്റെ ഈ ഒരു സൈഡ് 4 കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ വരുന്ന ഈ 2 സൈഡ് 8 കൊടുക്കുന്നു. കുഴപ്പമുണ്ടോ? ഇല്ല, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ചുറ്റളവ് ചോദിച്ചിരിക്കുകയാണ്. ചുറ്റളവ് അഥവാ പെരിമീറ്റർ എന്ന് വെച്ചാൽ ഈ വശങ്ങളെല്ലാം കൂടെ കൂട്ടുക. 8 എത്രയായി? 16. 16 4 20. കഴിഞ്ഞോ? ഇത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് ലോജിക്കലി ഒരു കാര്യം അറിഞ്ഞിരിക്കണം, ഇതിലേത് വശമാണ് തുല്യമായി വരുന്നത്, അല്ലെങ്കിൽ ഇതിലേത് വശമാണ് ആവർത്തിക്കുന്നത്. അബദ്ധത്തിൽ നമ്മൾ 4 ആവർത്തിക്കുന്നതെന്ന് എഴുതിയാൽ കഴിഞ്ഞു, തെറ്റും, മുഴുവനായിട്ട് തെറ്റും. അതെങ്ങനെ കിട്ടുള്ളൂ? അപ്പോൾ ഇത് 8 വലിയ വശം, മറ്റേത് 4. അപ്പോൾ നമ്മൾ എത്ര എന്ന് എഴുതും? 8 16 എഴുതും. ഓപ്ഷനകത്ത് 16 ഉണ്ട്, നമ്മൾ ചാടിയത് അടിക്കും, അപ്പോൾ തെറ്റും. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് ഒരൊറ്റ ആളായിട്ട് നിലനിൽക്കേണ്ടത് ആരാ? 4ഉം ബാക്കിയുള്ളത് 8. അപ്പോൾ 8 16 4 20. ഇതാണ് ഇവിടെ ഏറ്റവും നല്ല മെത്തേഡ്. ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കി ചെയ്യുക കേട്ടോ. എപ്പോഴും ഇത്തരത്തിലുള്ള അളവുകൾ വരുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരച്ച് നോക്കി തന്നെ ചെയ്യുക, അതാണ് നമുക്ക് സേഫ്. മറ്റൊരു ചോദ്യം, 3x + 2 = 9x - 1. 3x + 2 = 9x - 1 ആയാൽ എക്സിൻ്റെ വില എത്ര എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്തണം? എക്സിൻ്റെ മൂല്യം കണ്ടെത്തണം. ഇവിടെ നമ്മൾ കൃത്യങ്ക നിയമങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആവർത്തന ഗുണനത്തിനകത്ത് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ ഉള്ളത്, ഇവിടെ ബേസ് ഏതാ? 3 ആണ്. എന്നാൽ ഇവിടുത്തെ ബേസ് ആരാടാ? 9 ആണ്. ഈ 9നെ ഞാനൊന്ന് 3 ആക്കിക്കോട്ടെ, നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? 9 ഒന്ന് മാറ്റിയിട്ട് 3 ആക്കുകയാണ്. 3 എന്ന് വെച്ചാൽ ശരിക്കും ആരാ? 3 എന്ന് വെച്ചാൽ ശരിക്കും 9ൻ്റെ റൂട്ടല്ലേ, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 3യെ 9ലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ 9നെ 3യുടെ വാല്യൂ ആക്കി മാറ്റുക എന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി? 3² എന്നങ്ങ് എഴുതിയാൽ പോരെ. അപ്പം 9 എന്നതിന് പകരം ഞാൻ എഴുതുന്നു 3² അല്ലേ. ഹോൾ റൈസ് ടു, ഇതിൻ്റെ മുകളിൽ ആര് വരുന്നു? x - 1 വരുന്നു അല്ലേ. ഈ 9നെ ഞാൻ എങ്ങനെ എഴുതി? 3² എന്ന് എഴുതി അല്ലേ. ഹോൾ റൈസ് ടു x - 1 എന്ന് എഴുതി. കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3 റൈസ് ടു. ഇവിടെ അടുത്ത റൂളാണ്,
എ റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ, എ റൈസ് ടു എം ഇൻറ്റു എൻ പഠിച്ചിട്ടുണ്ടോ? എ റൈസ് ടു എം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ എന്നിൻ്റെ പവർ എടുത്താൽ എ റൈസ് ടു എം ഇൻറ്റു എൻ എന്നല്ലേ, എം എൻ. അപ്പോൾ ഇവരെ തമ്മിൽ ഗുണിച്ചെഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഈ രണ്ടിനെ ആരോട് ഗുണിക്കുക? ഈ രണ്ട് വാല്യൂസിനോട് ഗുണിച്ചെഴുതുക എന്നുള്ളതാണ്. അപ്പോൾ 3 റൈസ് ടു 2x, രണ്ടും എക്സും തമ്മിൽ ഗുണിച്ചിട്ട് നമുക്ക് 2x എന്ന് എഴുതാൻ പറ്റുമോ? ഓക്കെ ആണോ? 2ഉം എക്സും 2x, പിന്നെ 2ഉം 1ഉം ഏതൊന്നാ? -1. അപ്പോൾ അതെന്താ? -2. കണ്ടോ? ചെയ്ത കാര്യം നോക്കുക. 3 സ്ക്വയർ അതാരാണ്? 9 ആണ്. ഇതിൻ്റെ പവറിൽ ആര് വരുന്നു? x - 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 3 റൈസ് ടു 2x - 2 ആണല്ലോ. അപ്പോൾ ഇത് രണ്ടും തുല്യമാണ് എന്നല്ലേ എഴുതിയിരിക്കുന്നേ, അല്ലേ? അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം 3 റൈസ് ടു x + 2 എന്നത് ആർക്ക് തുല്യമാണ്? 3 റൈസ് ടു 2x - 2ന് തുല്യമാണ്. കണ്ടോ? രണ്ടിൻ്റെ ബേസ് ആരായിട്ടുണ്ട്? 3 ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ x + 2 എന്ന് പറയുന്നത് 2x - 2ന് തുല്യമാണെന്ന്, അല്ലേ? അപ്പം ഞാനത് എടുത്തെഴുതാണ്. 2x - 2 = x + 2 എന്ന് ഞാനങ്ങ് എടുത്തെഴുതുകയാണ്. 2x - 2 എന്നത് x + 2ന് ഈക്വലാണ്, അല്ലേ? അപ്പം ഞാൻ ഈ ഒരു എക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരട്ടെ. ഇവിടെ ഒരു എക്സ് ഉണ്ടായിരുന്നു, ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? 2x - x എന്ന് കിട്ടും. ഈ എക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. ഇവിടെ ഒരു -2 ഇല്ലേ, അത് അപ്പുറത്തേക്ക് പോയാലോ? +2 ആവും, അല്ലേ? അപ്പോൾ ഈ ഒരു 2 ഇപ്പുറത്തേക്ക് വരുന്നു. അപ്പോൾ അതെന്തായി? 2 + 2 ആയിട്ട് മാറി. കണ്ടോ? ഇത് ഇത്രയും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നില്ല, നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് എഴുതി എടുക്കാൻ പറ്റുന്നുണ്ട്, അല്ലെ? ഡയറക്റ്റ് ആയിട്ട് തന്നെ വാല്യൂസ് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ധാരാളം, അല്ലേ? അപ്പോൾ ഈ 2xൽ നിന്ന് 1x കുറയ്ക്കുകയാണ്. 2 ചക്കയിൽ നിന്ന് 1 ചക്ക കുറച്ചാൽ ബാക്കി എത്രയാ? ഒരൊറ്റ ചക്കയേ ഉള്ളൂ. അപ്പോൾ x 2 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 4. കണ്ടോ? കഴിഞ്ഞു. അപ്പോൾ എക്സിൻ്റെ മൂല്യം എത്ര എന്നാണ് ചോദ്യം. എക്സിൻ്റെ മൂല്യം എത്രയാടാ? 4. ഇത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? ചെയ്ത കാര്യം ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത കാര്യം എത്ര ഉള്ളൂ? ഇവിടുത്തെ 3ഉം ഇവിടുത്തെ 9ഉം ആയിരുന്നു. ഈ 9നെ കൂടി എങ്ങോട്ടേക്ക് കൊണ്ടുവന്നു? 3ലേക്ക് കൊണ്ടുവന്നു, അല്ലേ? 3ലേക്ക് വന്നപ്പോൾ അവർ രണ്ടുപേരും എന്തായി? ഈക്വലായി. അപ്പോൾ ഇവർ രണ്ടുപേരെയും നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് ഇക്വേറ്റ് ചെയ്തു. കണ്ടോ? എന്നിട്ട് എക്സിൻ്റെ മൂല്യത്തിലേക്ക് പോയി. വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് എല്ലാവരും ഒന്ന് സ്വയം എഴുതി നോക്കുക കേട്ടോ. അല്ലാതെ വെറുതെ ഞാനിവിടെ എഴുതി കൊള്ളാം സൂപ്പർ എന്ന് പറഞ്ഞിട്ട് നോക്കിയിരിക്കരുത്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി അടുത്ത് പറയുന്നു, ഒരു സമാന്തര ശ്രേണിയുടെ 12ാം പദത്തിൻ്റെയും 13ാം പദത്തിൻ്റെയും തുക 40 ആയാൽ അതിൻ്റെ 24 പദങ്ങളുടെ തുക എത്ര എന്ന് ചോദിക്കുകയാണ്. ആദ്യത്തെ 24 പദങ്ങൾ. അപ്പോൾ നമുക്ക് ഈ സമാന്തര ശ്രേണിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് പദങ്ങൾ എങ്ങനെ കണ്ടെത്തണം. ഇപ്പോൾ 12ാം പദം എന്ന് വെച്ചാൽ എന്താണ്? ഒരു സമാന്തര ശ്രേണിയുടെ 12ാം പദം എന്ന് വെച്ചാൽ എന്താ? a+ ആദ്യ പദത്തിനോട് പൊതുവ്യത്യാസം 11 തവണ കൂട്ടണം. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓക്കെ, അപ്പോൾ 12ാം പദം എന്ന് വെച്ചാൽ ഒരു AP-യുടെ അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ 12ാം പദം കാണാൻ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ ആദ്യ പദം a എന്നെടുത്തു, അതിൻ്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടണം. അങ്ങനെ പഠിച്ചിട്ടില്ലേ? യെസ്, പൊതുവ്യത്യാസം എന്ന് വെച്ചാൽ എത്രയാ? അതിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? അപ്പോൾ പൊതുവ്യത്യാസം എന്നുള്ളത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് d വെച്ചിട്ടാണ്. d, അല്ലേ? അപ്പോൾ ഇതാ നോക്ക്, 12ാം പദം കാണാൻ എയോട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 11d കൂട്ടിയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 13ാം പദം എങ്ങനെയാണ് നമ്മൾ കാണുക? a+ എന്ത് ചെയ്യാൽ മതി? 11d. നമ്മൾ പഠിക്കുന്ന a+n-1 × d എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? 12ൽ നിന്ന് 1 കുറച്ച് ഇവിടെ എഴുതിയത്. അപ്പോൾ 13ാം പദത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 13ൽ നിന്ന് 1 കുറച്ചിട്ട് 12d എന്ന് എഴുതിയാൽ മതി. അപ്പോൾ a+12d. ഓക്കെ, അപ്പോൾ a+11d എന്ന് പറയുന്നതാണ് 12ാം പദം. a+12d എന്ന് പറയുന്നതാണ് ഏത്? 13ാം പദം. ഇവരുടെ തുക നമുക്ക് തന്നിട്ടുണ്ട്. ഇവരുടെ തുക എത്ര തന്നിരിക്കുന്നു? 40 എന്ന് തന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവരെ ഞാനൊന്ന് കൂട്ടി എഴുതിക്കോട്ടെ. a കൂട്ടട്ടെ. a കൂട്ടിയാൽ എന്ത് കിട്ടും? 2a എന്ന് കിട്ടും. ഓക്കെ, പിന്നെ 11dയും 12dയും കൂടെ കൂട്ടിയാലോ? 23d എന്ന് കിട്ടും. കണ്ടോ? ഇത്രയും ഞാൻ എഴുതിയേ.
എയും എയും കൂടെ കൂട്ടി 2A, 11Dയും 12Dയും കൂടെ കൂട്ടിയിട്ട് 23D. ഇവരുടെ വാല്യൂ എന്ന് പറയുന്നത് എത്ര എന്ന് എഴുതിയിരിക്കുകയാണ്? 40 എന്ന് എഴുതിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ആൻസർ. ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ 24 പദങ്ങളുടെ തുക എത്ര? ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 24 പദങ്ങളുടെ തുക നമുക്ക് എങ്ങനെ കാണാം എന്ന് ചോദിച്ചാൽ, തുക കാണാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ആ തുക കാണാനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്: n/2 ഇൻറ്റു 2A പ്ലസ് n-1 ഇൻറ്റു D എന്നാണ് സമാന്തര ശ്രേണിയുടെ തുക കാണാനുള്ള ഇക്വേഷൻ. ആദ്യത്തെ n പദങ്ങളുടെ തുക കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്: n/2 ഇൻറ്റു 2A പ്ലസ് n-1 ഇൻറ്റു D എന്നതാണ്. ഓക്കെ, ഇതിനകത്ത് n എന്നത് എത്ര പദങ്ങളുടെ എന്നുള്ളതാണ്, A എന്നത് ആദ്യ പദമാണ്, ഓക്കെ, പിന്നെ D എന്നത് പൊതുവ്യത്യാസമാണ്. ഇതിൽ നമുക്ക് എന്തറിയാം? ആദ്യത്തെ 24 പദങ്ങളുടെ തുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 24 ഇവിടേക്ക് അങ്ങ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? 24/2. ഓക്കെ, പിന്നെ വരുന്ന ആരാ? 2A വരുന്നുണ്ട്. 2A പ്ലസ് 24 1 കുറയ്ക്കുക. 24 1 കുറച്ചാൽ എന്ത് കിട്ടും? 23D എന്ന തരത്തിൽ കിട്ടും. ഓക്കെ ആണല്ലോ, n-1. അപ്പോൾ ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 24 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 24 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് 12 എന്നാണ് അല്ലേ? 12 ഇൻറ്റു 2A പ്ലസ് 23D എന്ന് കിട്ടും അല്ലേ? ഈ വാല്യൂ ആണ് ശരിക്കും നമുക്ക് കണ്ടെത്തേണ്ടത്. നമുക്ക് കണ്ടെത്തേണ്ട വാല്യൂ ഇതാ, അതായത് ആദ്യത്തെ 24 പദങ്ങളുടെ തുക. ഇതിലേതെങ്കിലും ഒരു സംഗതി ഇപ്പം നമ്മുടെ കയ്യിലുണ്ടോ? ഉണ്ട്. ആരാ? 2A പ്ലസ് 23D നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 12ാമത്തെയും 13ാമത്തെയും പദങ്ങളുടെ തുകയാണ് 2A പ്ലസ് 23D. അതെത്രയാ? 40. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആദ്യത്തെ 24 പദങ്ങളുടെ തുക കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു 12നോട് 40നെ ഗുണിച്ചാൽ മതി. മനസ്സിലായോ? അപ്പോൾ n-ൻ്റെ പകുതി, n എത്രയാ? 24, അതിൻ്റെ പകുതി 12. 12നോട് 40നെ ഗുണിക്കുക. 12നോട് 40നെ ഗുണിച്ചാൽ എന്ത് കിട്ടും? 480 എന്ന് കിട്ടും. കിട്ടൂലേ? അതാണ് നമ്മുടെ ആൻസർ, 480. കഴിഞ്ഞു. ചെയ്ത കാര്യം കണ്ടോ? കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ്, 2 തരത്തിലുള്ള ഇക്വേഷൻസ് ആണ് ഉപയോഗിച്ചത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ആരാണ് 12ാം പദം എന്ന് കണ്ടെത്തി. അതിനുശേഷം ആരാണ് 13ാം പദം എന്ന് കണ്ടെത്തി. എന്നിട്ട് ഇവരുടെ തുക എടുത്തെഴുതി. കണ്ടോ? ഈ തുക എന്ന് പറയുന്നത് എത്രയായിരുന്നു? 40. എങ്ങനെയാ? 2A പ്ലസ് 23D എന്ന് പറയുന്നത് 40. അവിടെ നിന്ന് നമ്മൾ 24 പദങ്ങൾ അവരുടെ തുകയിലേക്ക് പോയി. അപ്പോൾ നമ്മൾ അവസാനം ഇവിടെ ചെന്നെത്തി 12 ഇൻറ്റു 2A പ്ലസ് 23D. ഈ 2A പ്ലസ് 23D ഇവിടെ നമുക്ക് 40 എന്ന് അറിയായിരുന്നു. ഈ 40നെ എടുത്ത് അതുപോലെ അവിടെ കൊണ്ടുവച്ചു. കഴിഞ്ഞു. ഇതായിരുന്നു നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ? യെസ്. അതുപോലെ മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. 3/0 ഇൻറ്റു 4/0 ഇൻറ്റു 5/0. ഇതിൻ്റെ വില എത്ര എന്ന് ചോദിക്കുകയാണ്. 3/0, 4/0, 5/0. ഇതിൻ്റെ മൂല്യം നമുക്കെല്ലാം അറിയുന്ന ഒരു കൃത്യങ്ക നിയമമാണ്. A/0 ഈക്വൽ ടു 1. ഏതൊരു നമ്പറിൻ്റെയും പവറിൽ 0 വന്നാൽ അതെന്താണ്? 1 ആണ്. അപ്പോൾ ഇവരെല്ലാവരും 1 അല്ലേടാ? 1 1 1. ആകെപ്പാടെ ഒരു 1ൻ്റെ മയം. 1 ഇൻറ്റു 1 ഇൻറ്റു 1. 1 ഇൻറ്റു 1 ഇൻറ്റു 1 എത്രയാ? 1. വേറെ ഒന്നും എഴുതാനില്ല. കഴിഞ്ഞു. പിടികിട്ടിയോ? ഇത്രേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഒരു സംഖ്യയുടെ 30% 75% തമ്മിലുള്ള വ്യത്യാസം 1350 ആണെങ്കിൽ സംഖ്യ ഏത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏതോ ഒരു സംഖ്യയുടെ 30%ൻ്റെയും 75%ൻ്റെയും വ്യത്യാസം 1350 ആണെങ്കിൽ സംഖ്യ ഏത് എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യാറുള്ളത് സാധാരണ എക്സ് എടുക്കും അല്ലേ? എന്നിട്ട് ഇവരുടെ എക്സ് മൂല്യം കണ്ടുപിടിക്കുന്നു, വ്യത്യാസം എടുക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. ഇതിൻ്റെ ഒരു ആവശ്യമില്ല. ഈ 30%ൻ്റെ 75%ൻ്റെ വ്യത്യാസം എഴുതാൻ അറിയാവോ? 75 - 30 അത് മാത്രം എഴുതിയാൽ മതി. മനസ്സിലായോ? 30%വും 75%വും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ 75ൽ നിന്ന് 30 കുറയ്ക്കുക. അപ്പോൾ ബാക്കി കിട്ടുന്ന എത്രയാ? 45%. മനസ്സിലായോ? ഓക്കെ, ഇവരുടെ വ്യത്യാസം 45%. ഈ മൂല്യമാണ് ശരിക്കും 1350 എന്ന് തന്നിരിക്കുന്നത്. പിടികിട്ടിയോ?
ഓക്കെ, അപ്പോൾ ഈ 1350 നിന്ന് നമുക്ക് സംഖ്യ കണ്ടെത്തണം. സംഖ്യ എന്ന് പറയുന്നത് 100% അല്ലേടാ? മനസ്സിലായോ? സംഖ്യ 100% ഇത് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ 30ന്റെ 75ന്റെ വ്യത്യാസമായ 45 1350 ആണ് എങ്കിൽ ഈ 100% അല്ലെങ്കിൽ സംഖ്യ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ചെയ്യേണ്ട സിമ്പിൾ പരിപാടി 1350 എന്ന് പറയുന്ന ആ വാല്യൂ അവിടെ എഴുതുക. എന്നിട്ട് അതിൻ്റെ ശതമാനമായ 45 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുക. 1350നെ 45 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ശേഷം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ആൻസർ. പിടികിട്ടിയോ? അപ്പോൾ ഈ 135ഉം 45ഉം ക്യാൻസൽ ചെയ്ത് കളയാം. 135നെ 45 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 3 എന്നാണ്. അപ്പോൾ ഈ 0യും കൂടെ ഇവിടെ ചേർത്തെഴുതിയാൽ ഇതിന് 30 എന്ന് വായിക്കാം. ഇത് ഒരുമിച്ച് എങ്ങനെ വായിച്ചാൽ പോരെ? 30ഉം 100ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ചേർത്താൽ ഇതിനെങ്ങനെ വായിക്കാം? 3000. അപ്പം നമ്പർ ആര് അല്ലെങ്കിൽ സംഖ്യ ആര് എന്ന് ചോദിച്ചാൽ പറയുക 3000. കഴിഞ്ഞു. എളുപ്പമല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്തെത്രേ ഉള്ളൂ? 30% 75% തമ്മിലുള്ള വ്യത്യാസം 45. അപ്പോൾ 45%-ന് തുല്യമായ മൂല്യമാണ് 1350. അപ്പോൾ ചെയ്ത കാര്യം എത്രേ ഉള്ളൂ? ആ 1350നെ അതിൻ്റെ ശതമാനമായ 45 കൊണ്ട് ഡിവൈഡ് ചെയ്ത ശേഷം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ശരിക്കും വാല്യൂയിലേക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാണ്. 2, 6, 12, 20, 30 ഈ ഒരു ശ്രേണിയിലെ അടുത്ത പദം ഏത്? സിമ്പിളാണ് അല്ലേ? ഈ ഒരു ശ്രേണിയാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ. കണ്ടോ? നോക്ക്, 2ൽ നിന്ന് 6ലേക്ക് പോയപ്പോൾ 4 കൂടി, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയപ്പോൾ 6 കൂടി, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ 8, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ 10. അപ്പോൾ 4, 6, 8, 10. അങ്ങനെയാണെങ്കിൽ നീ എന്ത് ചെയ്താൽ മതി? ഒരു 12 കൂടെ കൂട്ടി എഴുതിയാൽ പോരെ? 30 + 12. അപ്പോൾ എത്ര കിട്ടും? 42 എന്ന് കിട്ടും. കഴിഞ്ഞു. ഉണ്ടോ? ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഇത്രേ ഉള്ളൂ. ശരിയല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അടുത്ത് പറയുന്നു x/y. എക്സും വൈയും തമ്മിലുള്ള അംശബന്ധം 3:4 ആണ്. y/z 3:5 ആണ്. x/y എന്ന് പറയുന്നത് 3:4ഉം y/z എന്ന് പറയുന്നത് എന്താണ്? 3:5 ആണ്. അങ്ങനെയാണെങ്കിൽ x/y/z ഇത് കണ്ടെത്താനാണ്. ഇത് നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് എന്ത് ചെയ്താൽ മതി? x എഴുതുക, y എഴുതുക, z എഴുതുക. ഓക്കെ, ഇവിടുത്തെ എക്സിൻ്റെ വൈയുടെ മൂല്യം എത്രയാ? 3, 4 അല്ലേ? ഈ 3, 4 ഇവിടെ എഴുതി. വൈയുടെ ഇസഡിൻ്റെ മൂല്യം എന്താണ്? അത് 3, 5 ആണ്. അപ്പോൾ ഈ 3, 5ഉം ഇവിടെ എഴുതി. കുഴപ്പമുണ്ടോ? എക്സിൻ്റെ മൂല്യം 3, വൈയുടെ 4, വൈയുടെ 3, ഇസഡിൻ്റെ 5. ഇനി നിങ്ങൾ ചെയ്യേണ്ട സിമ്പിൾ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 4നെ ഒരു തവണയും കൂടെ ഇവിടെ എഴുതുക. അത് ചെയ്യാമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു 3 ഇല്ലേ? ആ 3നെ ഒരു തവണയും കൂടെ ഇവിടെ എഴുതുക. ശേഷം ഇവരെ ഒന്ന് ഗുണിച്ചെഴുതുക. 3 × 3 9, 4 × 3 12, 4 × 5 20. ഇതാണ് നമ്മുടെ ആൻസർ. 9, 12, 20 കേട്ടോ. 9, 12, 20 ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 3, 4 എടുത്തെഴുതി, 3, 5 എടുത്തെഴുതി, ഈ 4നെ ഒരു തവണ കൂടി ഇവിടെ മാറ്റി എഴുതി, ഈ 3നെ ഒരു തവണയും കൂടെ ഇവിടെ എഴുതി ഗുണിച്ചു. 3 × 3 9, 4 × 3 12, 4 × 5 20. കഴിഞ്ഞു. ഇതേ ഉള്ളൂ എടുത്ത ആൻസർ. സെറ്റാണ്. അടുത്ത് പറയുന്നു 15 മീറ്റർ നീളമുള്ള ഒരു ഏണി ഭിത്തിയിൽ ചാരി വച്ചിരിക്കുന്നു. ഏണിയുടെ ചുവട് ഭിത്തിയിൽ നിന്ന് 9 മീറ്റർ അകലെയാണ് എങ്കിൽ ഏണിയുടെ മുകളറ്റം നിലത്ത് നിന്നും എന്ത് ഉയരത്തിലാണ്? ഇത് നമ്മൾ ശരിക്കും ഒരു മട്ടത്രികോണം ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ട ചോദ്യമാണ്. കണ്ടോ? ഇവിടെ ഒരു മട്ടത്രികോണത്തിൽ ഇത് കണ്ടോ? ഇതൊരു പ്രതലമാണ്. ഈ പ്രതലത്തിൽ എന്തുണ്ട്? ഒരു ചുവരുണ്ട് അല്ലേ? ഇതൊരു വാളാണ്, ഇത് ഫ്ലോറാണ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലാഡർ ചാരി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ വിചാരിക്കാം. ഇവിടെ ഏണിക്ക് ഒരു 15 മീറ്റർ നീളമുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, 15 മീറ്റർ നീളമുണ്ട്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ചുവട് ഒരു ഭിത്തിയിൽ നിന്ന്, വാളിൽ നിന്ന് എത്ര അകലത്തിലാണ്? 9 മീറ്റർ അകലത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ദാ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും തമ്മിലുള്ള അകലം എന്ന് വെച്ചാൽ ഏണിയുടെ മുകളറ്റം നിലത്ത് നിന്ന് എത്ര അകലത്തിലാണ് അല്ലെങ്കിൽ എത്ര ഉയരത്തിലാണ് എന്നാണ്. അപ്പോൾ ഈ ഒരു മട്ടത്രികോണത്തിൽ എന്തൊക്കെ അറിയാം? കർണവും പാദവും അറിയാം അല്ലേ? കർണവും നമുക്കറിയാം, പാദവും നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് കണ്ടെത്തണം? ലംബം കണ്ടെത്തണം. കർണം നമുക്കറിയാം, പാദം നമുക്കറിയാം, ലംബം കണ്ടെത്തണം. അപ്പോൾ നമ്മൾ ആ ലംബം അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എങ്ങനെയാണ് കാണുക? ഓൾട്ടിറ്റ്യൂഡ് ഈക്വൽ ടു എങ്ങനെ കാണും? ഓൾട്ടിറ്റ്യൂഡ് നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിക്കുന്നതാണ് പതിവായിട്ട്. ഓൾട്ടിറ്റ്യൂഡ് കണ്ടെത്താനായിട്ട് √h²
ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഇങ്ങനെ പഠിക്കാറുണ്ടോ? അല്ലേ? ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് എത്രയാ? 15 അപ്പോൾ 15ന്റെ സ്ക്വയറിൽ നിന്ന് ആരെ ഒഴിവാക്കുക? ശരിക്കും ഈ കാണുന്ന 9ന്റെ സ്ക്വയറിനെ ഒഴിവാക്കുക. അപ്പോൾ ഈ 15ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ആരാ? 225 225. ഇതിൽ നിന്ന് ഒരു 81നെ മൈനസ് ചെയ്യാം. 225ൽ നിന്ന് 81 പോയാൽ ബാക്കി നമുക്ക് കിട്ടുന്ന വാല്യൂ 144 എന്നല്ലേ? 144. അപ്പോൾ എയുടെ അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡിൻ്റെ വാല്യൂ എത്ര എന്ന് ചോദിച്ചാൽ 144ന്റെ റൂട്ടാണ്. അതെത്രയാ? അത് 12. അപ്പം നിലത്ത് നിന്ന് എത്ര ഉയരത്തിലാണ് എന്ന് വെച്ചാൽ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 12. ജസ്റ്റ് ഒരു മട്ടത്രികോണം വരച്ച് നോക്കിയാൽ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ്: 0.00015നെ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ 15 കിട്ടും? അല്ലേ? ഈ ഒരു വാല്യൂവിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈസി ആയിട്ട് ചെയ്യും അല്ലേടാ? യെസ്, ഈ ഒരു വാല്യൂവിനെ ഇതിനകത്തൊരു എത്ര ഡെസിമൽ ഉണ്ട്? 2, 4, 5 ഡെസിമൽ പ്ലേസസ് ഉണ്ട്. അവിടെ ഡെസിമൽ പ്ലേസസ് ഇല്ല. അപ്പോൾ ഇതിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം. എത്ര 10? 5 10 എന്ന് വെച്ചാൽ 1,00,000 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗുണിക്കണം. ഗുണിച്ചാൽ ഇതിൻ്റെ ഡെസിമൽ പോയി കിട്ടും. എന്നാൽ ഇത് ഹരിച്ചാൽ എന്നാണ് ചോദ്യം. ഹരിച്ചാലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ ഒരു വാല്യൂവിനെ ജസ്റ്റ് എന്ത് ചെയ്യുക? 1/, റെസിപ്രോക്കൽ അങ്ങ് എഴുതിയാൽ മതി. 1/1,00,000 എന്ന് എഴുതിയാൽ മതി. എത്ര 10 വേണം? 5 10 വേണം. 1/1,00,000. ഓക്കെ. അപ്പോൾ ഈ കാണുന്ന ഒരു വാല്യൂവിനെ 15ലേക്ക് എത്തിക്കാൻ നമ്മൾ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കണം എന്ന് ചോദിച്ചാൽ 1,00,000 ആണ്. എന്നാൽ ഏത് സംഖ്യ കൊണ്ട് ഹരിക്കണം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ 1/. മനസ്സിലായോ? ഹരിക്കുമ്പോൾ ഇത് എന്ത് ചെയ്യാൻ പറ്റും? റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂലേ? അതുകൊണ്ട് നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. മറ്റൊരു ചോദ്യം: ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ 7 സെൻറ്റിമീറ്റർ, 25 സെൻറ്റിമീറ്റർ, 24 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ പരപ്പളവ് എത്ര? ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വശങ്ങൾ ശ്രദ്ധിച്ചേ. ഇത് ഒരു 7, ഇവിടെ 24, 25. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം 7ന്റെ സ്ക്വയർ 49. 24ന്റെ സ്ക്വയർ എത്രയാണെന്നറിയോ? എത്രയാ? കേട്ടിട്ടുണ്ടോ? 24ന്റെ സ്ക്വയർ 576 എന്നാണ്. ഇവരെ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് 625 എന്ന് എഴുതാനായിട്ട് പറ്റും. അതായത് ഈ രണ്ട് ചെറിയ വശങ്ങളുടെ നീളങ്ങളുടെ വർഗ്ഗം എടുത്തിട്ട് ആഡ് ചെയ്താൽ വലിയ വശത്തിൻ്റെ വർഗ്ഗം കിട്ടുമെന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ എന്നവിടെ പറയാൻ പറ്റും. അപ്പോൾ ഈ 3 വശങ്ങൾ എന്താണ് ബന്ധം എന്ന് മനസ്സിലായോ? പൈതഗോറസ് തിയറമാണ് അവർ തമ്മിലുള്ള ബന്ധം. സോ ഇതെന്താണെന്ന് പറയാം? ഒരു മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാണെന്ന് പറയാം. എന്ന് വെച്ചാൽ മട്ടത്രികോണത്തിൻ്റെ പാദം 7, ഓക്കെ, ഇതിൻ്റെ ലംബം 24, ഇങ്ങനെയാണെങ്കിൽ കർണം 25 ആയിരിക്കും. അപ്പോൾ ആദ്യം ഈ വശങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ഒന്ന് വിലയിരുത്തി മട്ടത്രികോണമാണെന്ന് മനസ്സിലായി. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നാണ്. പരപ്പളവ് കാണുന്ന ഇങ്ങനെയാണ്. ഹാഫ് BH എന്നാണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് അതുപോലെ എഴുതാം. ബേസ് എത്രയാണ് ഇവിടുത്തെ? 7. ഹൈറ്റ് എത്രയാണ് ഇവിടുത്തെ? 24. അപ്പോൾ ഈ ഒരു 2ഉം ഈ 24 കൂടെ ക്യാൻസൽ ചെയ്യുക. 12. 12 ഇൻറ്റു 7 84. കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഏരിയ അഥവാ പരപ്പളവ് എത്ര കിട്ടുന്നു? 84 സെൻറ്റിമീറ്റർ സ്ക്വയർ. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. അതൊരു മട്ടത്രികോണമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യുക? ബേസും എടുക്കുക, ഓൾട്ടിറ്റ്യൂഡ് എടുക്കുക, അവരെ ഗുണിച്ച ശേഷം പകുതി എടുത്ത് എഴുതിയാൽ മതി. ആൻസറായി. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണിത്. ഒരു 2 അക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 11 ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. സംഖ്യ ഏത് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ആ ഒരു ചോദ്യം നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ സാംഖ്യകം എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട് അല്ലേ? എന്ന് വെച്ചാൽ എന്താണ്? സംഖ്യയുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ആ സംഖ്യയെ ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ആ സംഖ്യയുടെ സ്ട്രക്ചറിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു സംഖ്യയിലെ 2 അക്ക സംഖ്യയിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ 11 കിട്ടും. അത് നോക്കിയടാ, ഇവിടെ 38 അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ 11 അല്ലേ? അതുപോലെ 29 അക്കങ്ങൾ കൂട്ടിയാൽ 11. അതുപോലെ 47 അക്കങ്ങളുടെ തുക 11. 56 ഇവിടെ എല്ലാം 11. ഓക്കെ. എന്നാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഈ അക്കങ്ങൾ എന്ത് ചെയ്താൽ പരസ്പരം ഒന്ന് മാറ്റിയാൽ അവിടെ കിട്ടുന്ന ആ ഒരു വില. ഇപ്പോൾ
38 നമ്മൾ മാറ്റിയാൽ എന്തായിട്ട് മാറും? 83 മാറും. 29 നമ്മളൊന്ന് മാറ്റി എഴുതുകയാണെങ്കിൽ അത് എത്രയാവും? 92 ആവും. 47 ആണെങ്കിൽ അത് എന്തായിട്ട് മാറും? 74 മാറും. അതുപോലെ 56 ആണെങ്കിൽ അത് 65 മാറും. ഓക്കെ, ഈ രണ്ടാമത് കിട്ടുന്ന വാല്യൂ, ഈ ഇത്തരത്തിൽ അക്കങ്ങൾ മാറ്റി എഴുതി കിട്ടുന്ന വാല്യൂ ആദ്യത്തെ സംഖ്യയേക്കാൾ എത്ര കൂടുതലാന്ന് പറയുന്നു? 27 കൂടുതലാന്ന്. പിടികിട്ടിയോ? അപ്പം നിങ്ങൾ ആലോചിക്കുക, ഇതിൽ ഏത് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 27 ആകാൻ സാധ്യതയുണ്ട്? ഇവിടെ നോക്ക്, 8ഉം ഈ 3ഉം തമ്മിലുള്ള വ്യത്യാസം എപ്പോഴെങ്കിലും ഒരു 7 ആവുമോ? അല്ലെങ്കിൽ 13ൽ നിന്ന് 8 കുറച്ചാൽ 7 കിട്ടോ? ഇല്ല. അതുപോലെ നോക്ക്, 9, 2, അതായത് ഇവിടെ ഒരു 12 എടുക്കുക. 12ൽ നിന്ന് 9 കുറച്ചാൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് 7 കിട്ടോ? നമുക്ക് 27 കിട്ടേണ്ടേ. അപ്പോൾ ഇവിടെ നോക്ക്, 47, 74. അപ്പോൾ നമുക്കറിയാം അല്ലേ, 14ൽ നിന്ന് 7 കുറച്ചാൽ എന്ത് കിട്ടും? 7 കിട്ടും. അപ്പോൾ നിങ്ങളിതൊന്ന് കുറച്ച് നോക്കിയേ, 74ൽ നിന്ന് 47 കുറച്ചാൽ 27 കിട്ടും. അപ്പോൾ ശരിക്കും നമ്മുടെ സംഖ്യ ഏത് എന്ന് വെച്ചാൽ പറയുക, 47 ആണ് നമ്മുടെ സംഖ്യ. ഈ സംഖ്യയിലെ അക്കങ്ങളെ പരസ്പരം ഒന്ന് മാറ്റിയിട്ടാൽ നമുക്ക് കിട്ടുന്ന സംഖ്യ എത്ര കൂടുതലായിരിക്കും? 27 കൂടുതലായ മറ്റൊരു സംഖ്യ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാണ്. സാധാരണ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരു തുക നിക്ഷേപിച്ചപ്പോൾ 2 വർഷത്തിന് ശേഷം ഇത് എത്രയായിട്ട് മാറി? 1392 മാറി. 1392 രൂപ. എന്നാൽ 5 വർഷത്തിന് ശേഷമാണെങ്കിൽ അത് 1680 മാറിയിട്ടുണ്ട്. ലഭിക്കുന്നതെങ്കിൽ പലിശ നിരക്ക് എത്ര ശതമാനം? പലിശയുടെ നിരക്ക് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആകപ്പാട് നമുക്ക് തന്നിട്ടുണ്ട് 2 വർഷം കഴിയുമ്പോഴുള്ള എമൗണ്ടും 5 വർഷം കഴിയുമ്പോഴുള്ള എമൗണ്ടുമാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തറിയണം? ഇവിടെ എത്ര തുക നിക്ഷേപിച്ചു എന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ അവിടെ ഒരു വർഷത്തേക്ക് കിട്ടിയ പലിശ എത്ര എന്നറിയാം എങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം പലിശ നിരക്ക്. ഇവിടെ അത് പോസിബിൾ അല്ല, അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ 5 വർഷം കൊണ്ട് തുക എത്രയായി? 1680 ആയിട്ടില്ലേ? അപ്പോൾ 1680 ഞാൻ അവിടെ എഴുതി. ഓക്കെ, ഇതിൽ നിന്ന് ഈ 2 വർഷം കൊണ്ട് കിട്ടിയ ഒരു എമൗണ്ട് ഇല്ലേ, എത്രയാ? 1392. അപ്പോൾ 1392 ഇവിടെ നിന്ന് മൈനസ് ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ മൈനസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇതിനെ റൗണ്ട് ചെയ്തോളൂ. എങ്ങനെ? കുറച്ച് സംഖ്യകളെ വലുതാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൈനസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഇവിടെ 1680 നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ 1392 മൈനസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ 1392 ഞാനങ്ങ് 1400 ആക്കാം. ഓക്കെ, അപ്പോൾ കുറയ്ക്കാനുള്ള ഒരു എളുപ്പമാർഗം കൂടിയാണ് 1400 എന്ന് ഞാനങ്ങ് എഴുതുകയാണേ. ഓക്കെ, അപ്പോൾ ഇത് 1400 ആയിട്ട് മാറിയെങ്കിൽ എന്താ വ്യത്യാസം? ഒരു 8 കൂടിയിട്ടുണ്ട്. അപ്പോൾ അതേ 8 മുകളിലും കൂട്ടിയാൽ മതി. അപ്പോൾ അത് എത്രയായിട്ട് മാറും? 1688 ആയിട്ട് മാറും. മനസ്സിലായോ? അപ്പോൾ 1688 ആയിട്ട് ഈ നമ്പർ മാറിയിട്ടുണ്ട് എങ്കിൽ കണ്ടോ, ഇവിടെയും 8 കൂടിയിട്ടുണ്ട്, ഇവിടെ 8 കൂടിയിട്ടുണ്ട്. അപ്പോൾ വിലയിൽ വ്യത്യാസമില്ല. ഇനി നമുക്ക് ധൈര്യമായിട്ട് ഇതിനെ കുറച്ചെഴുതാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 288 എന്നായിരിക്കും അല്ലേ? പിടികിട്ടിയോ? ചെയ്ത കാര്യം മനസ്സിലായോ? അതായത് ഒരു തുക 5 കൊല്ലം കൊണ്ട് 1680 ആയി, 2 കൊല്ലം കൊണ്ട് അത് 1392. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്ന ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് 288 രൂപയല്ലേ? എന്ന് വെച്ചാൽ 3 വർഷത്തെ പലിശയാണിത്. ഓക്കെ ആണോ? 2 വർഷം കഴിഞ്ഞാൽ പിന്നെ 3 വർഷം കൂടെ കഴിഞ്ഞാലല്ലേ ഇവിടെ എത്തുള്ളൂ? 5 വർഷത്തിലേക്ക് എത്തും. അപ്പോൾ 3 വർഷത്തെ പലിശ എത്ര രൂപ എന്ന് ചോദിച്ചാൽ അത് 288. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 2 വർഷത്തെ പലിശയും 1 വർഷത്തെ പലിശയും കണ്ടുപിടിക്കാമല്ലോ അല്ലേ? കണ്ടുപിടിക്കാം. 3 വർഷം 288 രൂപ പലിശയെങ്കിൽ അതിനെ നമുക്ക് 1 വർഷത്തെ പലിശയാക്കി മാറ്റാൻ പറ്റുമോ? പറ്റും. എന്ത് ചെയ്താൽ മതി? 288നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 28നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എത്ര എന്നായിരിക്കും? 9 എന്നായിരിക്കും അല്ലേ? ശരിയല്ലേ? പിന്നെ ബാക്കി വരുന്ന ഒരു 18ആണ്. 18ലാണെങ്കിൽ കണ്ടോ, ഇതിന് 96 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ശരിക്കും എത്രയുണ്ടത്? 96 രൂപയാണ് ഒരു കൊല്ലത്തെ പലിശ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്കറിയാം 2 വർഷത്തിന് ശേഷം ഈ എമൗണ്ട് എത്രയായിട്ട് മാറി എന്ന് പറഞ്ഞിരിക്കുന്നു? 1392 അല്ലേ? അപ്പോൾ ഈ 2 വർഷത്തെ പലിശ എത്രയായിരിക്കും? ഒരു വർഷത്തെ പലിശ 96 രൂപയെങ്കിൽ ഇത് 2 വർഷത്തെ പലിശയിലേക്ക് എത്തുമ്പോൾ ഇത് എത്രയായിട്ട് മാറണം? 192 രൂപയായിട്ട് മാറണ്ടേ? മനസ്സിലായോ? അപ്പോൾ ഈ 192 രൂപയാണ് 2 വർഷത്തെ പലിശ. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ എമൗണ്ട് ഇപ്പോൾ എത്രയായെന്ന് പറഞ്ഞേ?
1392. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ 1392 നിന്ന് 192 മൈനസ് ചെയ്താൽ നമുക്ക് 1200 എന്ന് എഴുതാൻ പാടില്ലേടാ? പറ്റുമോ? ഈ 1200 നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. യഥാർത്ഥത്തിൽ ആ ഒരു സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എത്ര എന്ന് വെച്ചാൽ 1200. ഈ 1200 2 കൊല്ലം കൊണ്ട് 1392 ആയത്. ഇതേ എമൗണ്ടാണ് 5 കൊല്ലം കൊണ്ട് എത്രയായിട്ട് മാറിയത്? 1680 ആയിട്ട് മാറിയത്. കാരണം എന്താ? ഇത് എത്ര പലിശ കിട്ടിയിട്ടുണ്ട്? ഈ പറയുന്ന 5 കൊല്ലം കൊണ്ട് 96 എന്ന ക്രമത്തിൽ മൊത്തം 480 രൂപ പലിശ നേടിയിട്ടുണ്ട്. അങ്ങനെ 1680 ആയി. അപ്പോൾ അവിടുത്തെ പലിശ നിരക്കറിയാൻ ഒരു കൊല്ലത്തെ പലിശ എടുക്കുക. ഒരു കൊല്ലത്തെ പലിശ 96 അല്ലേ? ഇവിടെ എഴുതുക. ഈ ഒരു കൊല്ലത്തെ പലിശ ഏതിൽ? 1200 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 96 1200 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കണ്ടോ? 96 12 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 96 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നു 8. അപ്പോൾ 8% ഇവിടുത്തെ പലിശ നിരക്ക്. എത്ര ശതമാനമാണ് പലിശ നിരക്ക്? 8%. ഉറപ്പിച്ചോ? ചെയ്ത കാര്യം നോക്കുക. ഇവിടെ ഒരു ബാങ്കിൽ ഒരു എമൗണ്ട് 2 വർഷം കൊണ്ട് 1392, 5 കൊല്ലമായപ്പോൾ അത് എത്രയായി? 1680. അപ്പോൾ അടുത്ത വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാ? 288 രൂപയാ. എത്ര കൊല്ലത്തെ പലിശ? 3 കൊല്ലത്തെ. അപ്പോൾ ഇത് ഒരു കൊല്ലത്തെ പലിശയിലേക്ക് നമ്മൾ കൊണ്ടുപോയി. അതെത്രയാ? 96. അങ്ങനെയാണെങ്കിൽ 2 കൊല്ലത്തെ പലിശ എത്രയാ? 192. ഇത് മൈനസ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 1200 കിട്ടി. ഓക്കെ ആണോ? യെസ്. ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് നമ്മൾ എന്താണ് അവിടെ വ്യത്യാസം വരുത്തിയതെന്ന് നോക്കുക. എന്താണ് വ്യത്യാസം വരുത്തിയത്? പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക്, അല്ലെങ്കിൽ ഇവിടുത്തെ ഏത് എമൗണ്ടാണോ ഡെപ്പോസിറ്റ് ചെയ്തത് അത് കണ്ടുപിടിച്ചു. അതിൽ നിന്ന് പലിശ നിരക്കിലേക്ക് പോയി. ഇത്രയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ അല്ലേ? മറ്റൊരു ചോദ്യം. ഒരു അധിവർഷത്തിൽ 53 ഞായറാഴ്ചകൾ, ഓക്കെ, 53 ഞായറാഴ്ചകൾ വരാനുള്ള സാധ്യത എന്ത് എന്ന് ചോദിക്കാം. ഞാൻ ചോദിക്കട്ടെ, അധിവർഷം എന്ന് വെച്ചാൽ എത്ര ദിവസം ഉണ്ടാവും? 366 ദിവസം ഉണ്ടാവും അല്ലടാ? ഓക്കെ, ഈ 366 ദിവസങ്ങളിൽ 52 ആഴ്ചകൾ ഉണ്ടാവും അല്ലേ? 52 ആഴ്ചകൾ എന്ന് വെച്ചാൽ എത്ര ദിവസം ഉണ്ടാവും? മൊത്തം 364 ദിവസം ഉണ്ടാവും. ഓക്കെ, അതുകൂടാതെ ഒരു 2 ദിവസം. അപ്പം 52 ആഴ്ചകളാണ് ഞാൻ ഈ സൂചിപ്പിച്ചിരിക്കുന്നത്. 52 ആഴ്ചകൾ. അപ്പോൾ 52 ആഴ്ചകൾ കൂടാതെ നമുക്കൊരു 2 ദിവസം കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഈ 2 ദിവസങ്ങളിലാണ് ആര് വരുന്നത്? 53ാമത്തെ ആഴ്ച വരുന്നത്, അല്ലെങ്കിൽ 53ാമത്തെ ഞായറാഴ്ച വരുന്നത്. അപ്പോൾ ഈ 53ാമത്തെ ഞായറാഴ്ച വരാനുള്ള സാധ്യത എന്ത് എന്ന് വെച്ചാൽ അവസാനത്തെ 2 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഞായറാഴ്ചയാവുന്നതല്ലേ? അല്ലേ? അപ്പോൾ അവസാനത്തെ ഈ 2 ദിവസങ്ങൾ എങ്ങനെയൊക്കെ വരാം നമുക്ക്? അവസാനത്തെ ഈ 2 ദിവസങ്ങൾ, ഈ ഒരു വർഷത്തിലെ അവസാനത്തെ 2 ദിവസങ്ങൾ എങ്ങനെയൊക്കെ വരാം? മൺഡേ ട്യൂസ്ഡേ എന്ന തരത്തിൽ വരാം അല്ലേ? അതുപോലെ ട്യൂസ്ഡേ വെനസ്ഡേ എന്ന തരത്തിൽ വരാം. വെനസ്ഡേ തേഴ്സ്ഡേ എന്ന തരത്തിൽ വരാം. തേഴ്സ്ഡേ അതുപോലെ ഫ്രൈഡേ എന്ന തരത്തിൽ വരാം അല്ലേ? പിന്നെ ഫ്രൈഡേ സാറ്റർഡേ എന്ന തരത്തിൽ വരാം. അതുപോലെ സാറ്റർഡേ സൺഡേ എന്ന തരത്തിലും അല്ലേ? അതുപോലെ സൺഡേ മൺഡേ എന്ന തരത്തിലും വരാം. ഈ അവസാനത്തെ 2 ദിവസങ്ങൾ ഈ രീതിയിലാണ് വരാൻ സാധ്യത. ഇങ്ങനെ എത്ര സെറ്റ് ഉണ്ട്? 7 സെറ്റ് ഉണ്ട്. മൺഡേ ട്യൂസ്ഡേ, ട്യൂസ്ഡേ വെനസ്ഡേ, വെനസ്ഡേ തേഴ്സ്ഡേ, തേഴ്സ്ഡേ ഫ്രൈഡേ, ഫ്രൈഡേ സാറ്റർഡേ അല്ലേ? സാറ്റർഡേ സൺഡേ, സൺഡേ മൺഡേ, ഇങ്ങനെ വരാം. അപ്പോൾ ഇതിൽ എത്ര സെറ്റ് ഉണ്ട്? ഈ എഴുതിയിരിക്കുന്ന 7 സെറ്റ് ഉണ്ട് അല്ലേ? ഈ 7 സെറ്റിൽ സൺഡേ വരുന്ന എത്ര സെറ്റ് ഉണ്ട്? 2 എണ്ണം. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ സാധ്യത എത്രയാണെന്ന് വെച്ചാൽ മൊത്തം 7 സെറ്റ് വരാം. ആ 7ൽ 2 എണ്ണത്തിൽ ആര് വരാം? സൺഡേ വരാം. അതുകൊണ്ട് തന്നെ 53 ഞായറാഴ്ചകൾ വരാനുള്ള സാധ്യത എത്ര എന്ന് ചോദിച്ചാൽ 2/7 എന്ന് എഴുതിയാൽ മതി. ഇതാണ് നമ്മുടെ ആൻസർ. ശ്രദ്ധിക്കണേ, നല്ലൊരു ചോദ്യമാണ് ഇത്. സാധ്യതകളുടെ ഗണിതം എന്ന് പറഞ്ഞിട്ട് 10ാം ക്ലാസ്സിലൊരു യൂണിറ്റ് ഉണ്ട് കേട്ടോ. ആ യൂണിറ്റിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. അതിനകത്ത് ഇത്രയും സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ കുറേയധികം കൊടുത്തിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ തന്നെ നമുക്ക് പരീക്ഷാ ഹാളിൽ കുഴപ്പിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കിയാൽ സൂപ്പറായിട്ട് ഈ ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ഇപ്പോൾ 366 ദിവസത്തിൽ നമ്മൾ എന്ത് ചെയ്തു? 52 ആഴ്ച പ്ലസ് 2 ദിവസം. ഈ 2 ദിവസങ്ങൾ ഏതൊക്കെ വരാം? സൺഡേ മൺഡേ, മൺഡേ ട്യൂസ്ഡേ, അങ്ങനെ അവസാനം സൺഡേ
സൺഡേ അല്ലേ, ആ രീതിയിൽ വന്ന് നിൽക്കുന്നു. സൺഡേ എന്നാണോ? സൺഡേ സാറ്റർഡേ അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ ജോഡിയിലാണ് ഈ പറയുന്ന സൺഡേ വന്നത്? 2 ജോഡിയിലല്ലേ. മൊത്തം 7 ജോഡികളിൽ 2 ജോഡി മാത്രം, 7 എണ്ണത്തിൽ 2 എണ്ണത്തിൽ മാത്രം. സെറ്റായോ? യെസ്. അടുത്തൊരു ചോദ്യത്തിലേക്ക്. 3 സംഖ്യകളിൽ രണ്ടാമത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യയുടെ 2 ഇരട്ടിയാണ്. 3 സംഖ്യകളിൽ രണ്ടാമത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യയുടെ 2 ഇരട്ടിയാണ്. മൂന്നാമത്തെ സംഖ്യയുടെ 3 ഇരട്ടിയുമാണ്. ഇതിനകത്ത് പറയുന്നത് രണ്ടാമത്തെ സംഖ്യയെക്കുറിച്ചാണ്. 3 സംഖ്യകളിൽ രണ്ടാമത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യയുടെ 2 ഇരട്ടിയും മൂന്നാമത്തെ സംഖ്യയുടെ 3 ഇരട്ടിയാണ്. ആ സംഖ്യകളുടെ ശരാശരി 55 ആണ് എന്ന് പറയുന്നു. ഈ പറയുന്ന സംഖ്യകളുടെ ശരാശരി എത്രയാ? 55 ആണ്. എങ്കിൽ അവയിലെ ചെറിയ സംഖ്യ ഏത്? ഇതിനകത്ത് 2 ടോപ്പിക്ക് മിക്സഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ബീജഗണിതം, അറിയാമല്ലോ, നമ്മൾ ഈ എക്സ് വൈ പോലെയുള്ള സംഗതികൾ ഉപയോഗിക്കുന്നു. കൂടാതെ ശരാശരിയും വന്നിട്ടുണ്ട്. ശരാശരി എന്ന് പറഞ്ഞാൽ 3 സംഖ്യകളുടെ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോഴാണ് അവരുടെ ശരാശരി കിട്ടുന്നത് നമുക്കറിയാമല്ലേ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ആദ്യത്തെ സംഖ്യയുടെ എന്താണ്? 2 ഇരട്ടിയും മൂന്നാമത്തെ സംഖ്യയുടെ 3 ഇരട്ടിയും എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2ൻ്റെയും 3ൻ്റെയും LCM എടുക്കുക. ലസാഗു അല്ലേ, ചെറു പൊതു ഗുണിതം 2ൻ്റെയും 3ൻ്റെയും. അതാരാ? 6. അപ്പോൾ പുതിയൊരു ടോപ്പിക്ക് കൂടെ വന്നു. ഏതാ? ലസാഗു എന്ന് പറയുന്ന സംഗതി കൂടി ഇതിനകത്ത് ഉപയോഗിക്കുന്നു. എന്നിട്ട് നമ്മൾ എടുക്കുന്നു ഈ സംഖ്യകൾ ആരൊക്കെ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെഴുതുന്നു? 2 എന്നെഴുതുന്നു, 3 എന്നെഴുതുന്നു, 6. 2ൻ്റെയും 3ൻ്റെയും LCM ആണ് 6. അപ്പോൾ രണ്ടാമത്തെ സംഖ്യയെ ഞാൻ എന്തെഴുതി? 6 എന്നെഴുതി. ആദ്യത്തെ സംഖ്യയെ ഞാൻ 3 എന്നെഴുതി. അവസാനത്തെ സംഖ്യയെ ഞാൻ 2 എന്നെഴുതി. എന്ന് വെച്ചാൽ സംഖ്യകൾ ഇതാണ് എന്നാണോ അർത്ഥം? അല്ല. ഈ നടുവിലെ സംഖ്യ ഞാൻ 6x എന്ന് വിളിച്ചു. ആദ്യത്തെ സംഖ്യ ഞാൻ 3x എന്ന് വിളിച്ചു. അവസാനത്തെ സംഖ്യ ഞാൻ 2x എന്ന് വിളിച്ചു. ഇങ്ങനെ എഴുതിയത് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് മനസ്സിലായോ? ഈ ആദ്യത്തെ സംഖ്യയുടെ ഇരട്ടിയാണ് രണ്ടാമത്തെ സംഖ്യ. ശരിയാണോ? ആദ്യത്തെ സംഖ്യ രണ്ടാമത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യയുടെ ഇരട്ടി ആണല്ലോ. അതുപോലെ മൂന്നാമത്തെ സംഖ്യയുടെ 3 ഇരട്ടി. കണ്ടോ? അപ്പോൾ സംഖ്യകൾ ഓക്കെ ആണോ? അപ്പോൾ 3 സംഖ്യകൾ ആരൊക്കെയാണ്? 3x, 6x, 2x. ഇവരുടെ ശരാശരിയാണ് എത്ര? 55. ഇവരുടെ ശരാശരി എത്രയാണ്? 55. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ശരാശരി എന്ന് വെച്ചാൽ തുക ഡിവൈഡഡ് ബൈ എണ്ണം അല്ലേ. അപ്പോൾ തുക എങ്ങനെ എടുക്കാം? 3x പ്ലസ് 6x പ്ലസ് 2x ഡിവൈഡഡ് ബൈ 3. ഇതാണ് എന്ത്? ശരാശരി അല്ലേ. അപ്പോൾ 3x 6x എത്രയായി? 9x. 9xനോട് എത്ര കൂട്ടുക? 2x കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 11x. അപ്പോൾ 11x ഡിവൈഡഡ് ബൈ എത്ര കൊടുക്കുക? 3. ഇതാണ് ഇവിടുത്തെ ശരാശരി. ഇതിൻ്റെ മൂല്യമാണ് 55 അല്ലേ. 11x ഡിവൈഡഡ് ബൈ 3 ആണ് 55. അപ്പോൾ ഈ 11xൻ്റെ വില എന്താ? 11xൻ്റെ വില എന്താ? 55 ഇൻറ്റു 3 എടുത്താൽ പോരെ അല്ലേ. 55 ഇൻറ്റു 3 എന്ന് വെച്ചാൽ എത്രയാ? 165 എന്ന് കിട്ടും. 11x എന്ന് വെച്ചാൽ 165. അപ്പോൾ എക്സിൻ്റെ മൂല്യം നമുക്ക് ഇവിടെ നിന്ന് എഴുതാം അല്ലേ. എക്സിൻ്റെ മൂല്യം എത്ര? 165 ഡിവൈഡഡ് ബൈ 11. 165നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്നു 15. കണ്ടോ? ക്ലിയർ ആണോ? അപ്പോൾ എക്സിൻ്റെ മൂല്യം എത്ര കിട്ടിയിട്ടുണ്ട്? 15 എന്ന് കിട്ടിയിട്ടുണ്ട്. ചെയ്ത കാര്യം നോക്കുക. 3x 6x 2x കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്? 11x. അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 55 എന്ന് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് 11xൻ്റെ മൂല്യം നമ്മൾ കണ്ടുപിടിച്ചു. 55 ഇൻറ്റു 3 165. അപ്പോൾ എക്സിൻ്റെ മൂല്യം എത്ര എന്ന് വെച്ചാൽ 165/11. എത്ര കിട്ടി? 15 എന്ന തരത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇത് മതിയോ? പോരാ. നമുക്ക് വേണ്ടത് ചെറിയ സംഖ്യ ഏത്? ഇതിലെ ചെറിയ സംഖ്യ ആരാ? ചെറിയ സംഖ്യ എന്ന് വെച്ചാൽ 2x അല്ലേടാ. അപ്പോൾ 2 ഇൻറ്റു എക്സ്. 2 ഇൻറ്റു എക്സ് ആരാ? 2 ഇൻറ്റു 15 എടുത്താൽ പോരെ. ചെറിയ സംഖ്യ 2 ഇൻറ്റു 15. 2 ഇൻറ്റു 15 എന്ന് വെച്ചാൽ എത്രയാ? 30 എന്നെഴുതാം. ഓക്കെ. അപ്പോൾ ചെറിയ സംഖ്യ ആര് എന്ന് വെച്ചാൽ 30. ഓക്കെ. വലിയ സംഖ്യ ആരെന്ന് വെച്ചാൽ 90. അതിന് ഇടയിലുള്ള സംഖ്യ അല്ലെങ്കിൽ ആദ്യത്തെ സംഖ്യ ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാം? 45. ഇങ്ങനെ പറയാം
കേട്ടോ. ഇതാണ് സംഖ്യകൾ. നമുക്ക് ചെറിയ സംഖ്യ മാത്രം മതിയായിരുന്നു, അതുകൊണ്ട് നമ്മൾ ആരെ മാത്രം കണ്ടെത്തി? 30 മാത്രം കണ്ടെത്തി. ക്ലിയർ ആണോ? അങ്ങനെ നമ്മൾ 20 ചോദ്യങ്ങൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 20 ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വന്നത്? പൂർണ്ണമായും ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് തന്നെയാണ് വന്നത്, അല്ലേ? അപ്പോൾ അതിനകത്ത് 1-2 ചോദ്യങ്ങൾ മാത്രമാണ് കണക്റ്റഡ് ആയിട്ട് വന്നത്. ബാക്കിയെല്ലാം ടെക്സ്റ്റ് ബുക്കിലെ മോഡൽസ് തന്നെ റിപ്പീറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള പരീക്ഷകൾക്കും നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് തന്നെ ഫോക്കസ് ചെയ്താൽ മതി. ഇതിനപ്പുറത്തേക്ക് നമുക്കൊരു